Okay. So എല്ലാവർക്കും PCBയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കെമിക്കലിന്റെ ഒരു കോർ സബ്ജക്റ്റിലേക്കാണ് കയറുന്നത്. നമ്മൾ കെമിക്കലിന്റെ പോർഷൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൊമെന്റം ട്രാൻസ്പോർട്ട് ഉണ്ട്, ഹീറ്റ് ട്രാൻസ്പോർട്ട് ഉണ്ട്, ദെൻ അതേപോലെ കെമിക്കൽ റിയാക്ഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, പിന്നെ പാർട്ടിക്കിൾ ടെക്നോളജി, ദെൻ ബയോ കെമിക്കൽ, പിന്നെ കുറച്ച് മാസ് ട്രാൻസ്ഫറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ അല്ലെങ്കിൽ മൊമെന്റം ട്രാൻസ്പോർട്ട് കുറച്ച് സ്റ്റാർട്ട് ചെയ്തു, ഹീറ്റ് ട്രാൻസ്ഫറും കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ മെയിൻ ആയിട്ടുള്ള കുറച്ച് ബാക്കിയുള്ളതാണ് ഒന്ന് കെമിക്കൽ റിയാക്ഷൻ എഞ്ചിനീയറിംഗ്, പിന്നെ പാർട്ടിക്കിൾ ടെക്നോളജി, മാസ് ട്രാൻസ്ഫർ. സോ കെമിക്കൽ റിയാക്ഷൻ എഞ്ചിനീയറിംഗിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഡിഫറെന്റ് ടൈപ്പ് റിയാക്ഷൻസ് ആണ്, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് റിയാക്ഷൻസ് ആണ്. പിന്നെ അതേപോലെ തന്നെ അതിന്റെ കൈനറ്റിക് സ്റ്റഡി, പിന്നെ ഡിഫറെന്റ് ടൈപ്പ് റിയാക്ടേഴ്സ്, ദെൻ അതേപോലെ നമുക്ക് റിയാക്ഷനിൽ സംഭവിക്കുമ്പോൾ ഏതാണോ ലിമിറ്റിംഗ് റിയാക്ടന്റ്, ഏതാണോ എക്സസ് റിയാക്ടന്റ്, ദെൻ എന്താണ് ഈൽഡ് അല്ലെങ്കിൽ എന്താണ് കൺവേർഷൻ. അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കെമിക്കൽ റിയാക്ഷൻ എഞ്ചിനീയറിംഗ്. അല്ലാതെ കൂടുതലായിട്ട് അതിന്റെ ഡെപ്തിൽ പ്രോബ്ലമാറ്റിക് ആയിട്ടൊന്നുമില്ല. കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ റിയാക്ടന്റ് ലിമിറ്റിംഗ് ആണോ എക്സസ് ആണോ ഐഡന്റിഫൈ ചെയ്യാം. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ആദ്യം നമ്മൾ റിയാക്ഷനിലേക്കാണ് പോവുക. എന്താണ് റിയാക്ഷൻ എന്ന് ചോദിച്ചാൽ മോളിക്യൂൾസിന്റെ റീഅറേഞ്ച്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഫോർ എക്സാമ്പിൾ ഞാനൊരു റിയാക്ഷൻ എടുക്കുകയാണ്, നൈട്രജനും ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ അമോണിയ കിട്ടും. ഓക്കെ, ദെൻ വേറൊരു എക്സാമ്പിളും കൂടെ, ഞാൻ ബാലൻസ് ഒന്നും ചെയ്യുന്നില്ല, ഇപ്പോൾ ജസ്റ്റ് ഒരു റിയാക്ഷൻ പറഞ്ഞേ എന്നുള്ളൂ. മീഥേൻ ഞാൻ കമ്പഷൻ ചെയ്യുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും, വാട്ടറും കിട്ടും. അപ്പോൾ ഇതിൽ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു റിയാക്ഷൻ എഴുതുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ എൻ്റെ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻട്രിങ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെയാണ് ഞാൻ പറയുന്നത് റിയാക്ടൻസ്. ദെൻ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന സബ്സ്റ്റൻസ് ആണ് എൻ്റെ പ്രൊഡക്റ്റ്. ഒന്ന് റിയാക്ടന്റ്, വേറൊന്ന് പ്രൊഡക്റ്റ്. അപ്പോൾ ഈ റിയാക്ടന്റ് സൈഡിലേക്ക് നോക്കിയാൽ മതി, നൈട്രജനും ഉണ്ട് ഹൈഡ്രജനും ഉണ്ട്. ഇവിടെ നൈട്രജനും തമ്മിലായിരിക്കും റിലേഷൻ, ഇവിടെ ഹൈഡ്രജനും തമ്മിലായിരിക്കും റിലേഷൻ. ദെൻ റീഅറേഞ്ച്മെന്റ് നടക്കുകയാണ്. ഞാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ ബോണ്ടിങ് വരികയാണ്. അതാണ് എൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ റീഅറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ റീഅറേഞ്ച്മെന്റ് ഓഫ് മോളിക്യൂൾസ് ആണ് ഒരു റിയാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ തുടക്കത്തിൽ എൻ്റെ ഇനീഷ്യലി എന്തൊക്കെയാണോ ഉള്ളത് അതാണ് എൻ്റെ റിയാക്ടന്റ്. റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നതിനനുസരിച്ച് എനിക്ക് എന്താണ് കിട്ടുന്നത് അതാണ് എൻ്റെ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻ എഞ്ചിനീയറിംഗിൽ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടതാണ്, ഞാൻ പറഞ്ഞു, കൈനറ്റിക് സ്റ്റഡി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയാറുണ്ട് ഇറ്റ് ഈസ് എ സ്പീഡ് ഓഫ് എ റിയാക്ഷൻ അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് എ റിയാക്ഷൻ. അപ്പോൾ എന്താണ് സ്പീഡ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ള ഉത്തരമാണ് ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെ, അല്ലെങ്കിൽ വെലോസിറ്റി എന്താണെന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം. ഒരു റിയാക്ഷനിൽ എന്താണ് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ ഇതിന്റെ മൂവ്മെന്റ് നോക്കുകയാണ്, അല്ലാതെ നൈട്രജൻ ഹൈഡ്രജനും 2 മീറ്റർ പോയി അതിനുശേഷം രണ്ടാളും കൂടെ കൂടിച്ചേർന്ന് അമോണിയ ഉണ്ടായി എന്നല്ല. എൻ്റെ റിയാക്ഷൻ എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് എൻ്റെ റിയാക്ഷൻ മൂവ് ചെയ്യുന്നത് അതിന്റെ സ്പീഡാണ് ഞാൻ നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനൊരു കഷ്ണം പേപ്പർ എടുത്ത്, നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഞാൻ ഒരു കഷ്ണം പേപ്പർ എടുത്ത് കത്തിക്കുകയാണെങ്കിൽ എൻ്റെ റിയാക്ടന്റ് എന്ന് പറയുന്നത് പേപ്പറാണ്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള റിയാക്ടന്റ് എന്ന് പറയുന്നത് പേപ്പറാണ്. അപ്പൊ ഞാൻ കത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ പ്രൊഡക്റ്റ് ആയിട്ട് എന്തുണ്ടാവണം, ആഷ് ഉണ്ടാവണം അല്ലെ, അല്ലെങ്കിൽ ചാരം ഉണ്ടാവണം. അപ്പോൾ എൻ്റെ റിയാക്ടന്റ് എന്ന് പറയുന്നത് പേപ്പറാണ്, എൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ചാരമാണ്. ഞാൻ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നതനുസരിച്ച്, ഞാൻ പേപ്പർ കത്തിക്കുന്നതിനനുസരിച്ച് എൻ്റെ പേപ്പറിന്റെ എമൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും, എൻ്റെ പ്രൊഡക്റ്റ് അതായത് ചാരത്തിന്റെ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. ഇതാണ് എനിക്ക് കൈനറ്റിക് സ്റ്റഡിയിൽ വേണ്ടത്. അതായത് എൻ്റെ റിയാക്ടന്റിന്റെ എമൗണ്ട് ചേഞ്ച് അല്ലെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റിന്റെ എമൗണ്ട് ചേഞ്ച്, ഏതെങ്കിലും ഒന്നിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഒന്നുകിൽ റിയാക്ടന്റിന്റെ എമൗണ്ട് ചേഞ്ച് അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ എമൗണ്ട് ചേഞ്ച്. കാരണം പേപ്പർ കത്തിത്തീരാന്ന് വെച്ചാൽ പേപ്പറിന്റെ എമൗണ്ട് കുറഞ്ഞാലേ എൻ്റെ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ചാരം ഉണ്ടായാലേ എൻ്റെ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നുള്ളൂ. സോ എനിക്ക് എന്തെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഒന്നെങ്കിൽ റിയാക്ടന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് പ്രൊഡക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അതാണ് എൻ്റെ എയിം. അപ്പോൾ റിയാക്ടന്റിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നെങ്കിൽ റിയാക്ടന്റിന്റെ കേസിൽ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നതനുസരിച്ച് എമൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. പേപ്പറിനെ കത്തിക്കുന്നതനുസരിച്ച് പേപ്പറിന്റെ എമൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. പ്രൊഡക്റ്റിന്റെ കേസിലേക്ക് പോവുകയാണെങ്കിലോ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ റേറ്റ് പറയുമ്പോൾ അല്ലെങ്കിൽ എക്സ്പ്രഷൻ കൊടുക്കുമ്പോൾ ഞാൻ
റിയാക്ടന്റിന്റെ ബേസിൽ പറയുമ്പോൾ ഒരു നെഗറ്റീവ് കൊടുക്കാറുണ്ട്, പ്രൊഡക്റ്റിന്റെ ബേസിൽ പറയുമ്പോൾ ഒരു പോസിറ്റീവ് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കൈനറ്റിക്സിലേക്ക് പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതെന്ന് വെച്ചാൽ എന്റെ എമൗണ്ട് ചേഞ്ചിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പൊ എമൗണ്ട് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യാന്ന് വെച്ചാൽ, കെമിക്കൽ റിയാക്ഷൻ ആയാലും കെമിസ്ട്രി ആയാലും എനിക്ക് മെയിൻ ആയിട്ട് ഞാൻ എമൗണ്ട് മെഷർ ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ടേംസിലാണ്. അപ്പൊ എന്താണ് കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ, നിങ്ങൾ മാസ് ഡെൻസിറ്റി പഠിച്ചിട്ടുണ്ടാവും. മാസ് ഡെൻസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, മാസ് ബൈ വോളിയം ആണ് അല്ലെ, മാസ് ബൈ വോളിയം ആണ്. കോൺസെൻട്രേഷൻ എന്താണെന്ന് ചോദിച്ചാൽ മാസിന്റെ സ്ഥാനത്ത് ഞാൻ മോൾസ് കൊണ്ടുപോയിടും. മോൾസ് ബൈ വോളിയം ആണ് ജനറലി കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വോളിയത്തിന്റെ യൂണിറ്റ് മാറുന്നതനുസരിച്ച് നമ്മൾ ഡിഫറെന്റ് ടേംസ് ഒക്കെ കൊടുക്കാറുണ്ട്. അതിലൊന്നാണ് മൊളാരിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾ കേട്ട് പരിചയമുണ്ട്. അപ്പോൾ എൻ്റെ ടേംസ് ഞാൻ കൊണ്ടുവരികയാണ്. ഞാൻ ചേഞ്ച് നോക്കുന്നത് റിയാക്ടന്റിന്റെ ആയാലും പ്രൊഡക്റ്റിന്റെ ആയാലും കോൺസെൻട്രേഷൻ ചേഞ്ച് ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് ആദ്യം എന്തറിയണം? മോൾസ് അറിയണം. ഓക്കെ, അപ്പോൾ ഇത് ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു കേസും കൂടിയാണ്, ചിലർക്ക് ഇഷ്ടമുള്ള ഒരു കേസാണ്. എന്താണ് മോള്? അപ്പോൾ മോൾ അറിഞ്ഞാൽ എനിക്ക് കോൺസെൻട്രേഷനിലേക്ക് പോവാം. അതേപോലെ തന്നെ എൻ്റെ റിയാക്ഷന്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റോഷിയോമെട്രിയിലേക്ക് പോവാം. ദെൻ എൻ്റെ റിയാക്ടന്റെയും പ്രൊഡക്റ്റിന്റെയും കൺവേർഷനിലേക്ക് പോവാം. എത്രയാണോ റിയാക്ടന്റ് അതിനനുസരിച്ച് എനിക്ക് എത്ര പ്രൊഡക്റ്റ് കിട്ടും എന്നുള്ളതാണ് ഞാൻ സ്റ്റോഷിയോമെട്രിയിൽ കണ്ടുപിടിക്കാൻ പോകും. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ഇനീഷ്യലി വേണ്ടത് എന്താണ് മോൾ? മോളിനൊരു ഡെഫിനേഷൻ ഒക്കെ കൊടുക്കാറുണ്ട്. അതായത് 12 ഗ്രാം C12, അതായത് കാർബൺ 12 ഐസോടോപ്പിന്റെ 12 ഗ്രാം എടുക്കുമ്പോൾ അതിൽ 6.022 into 10⁻23 ആറ്റംസ് കാണുന്നതാണ് പറയുന്നത്. ഈ 6.022 into 10⁻23 പറയുന്നതാണ് അവോഗാഡ്രോ നമ്പർ. നിങ്ങൾ കേട്ട് പരിചയം ഉണ്ടാവേണ്ടതാണ്. 6.022 into 10⁻23 പറയുന്നതാണ് അവോഗാഡ്രോ നമ്പർ. അപ്പോൾ ഞാൻ കാർബൺ 12ന്റെ ബേസിലാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഡെഫിനേഷൻ എടുത്തിരിക്കുന്നത്. 1 മോളിന്റെ ഡെഫിനേഷൻ പറയുമ്പോൾ കാർബൺ 12ന്റെ 12 ഗ്രാം എടുക്കുമ്പോൾ അതിൽ എത്ര ആറ്റംസ് ഉണ്ട്, അത്രയും ആറ്റംസ് അല്ലെങ്കിൽ അത്രയും മോളിക്യൂൾസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് പറയുന്നതാണ് മോള്. ഓക്കെ, ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് that contain same molecules അല്ലെങ്കിൽ same particles അല്ലെങ്കിൽ same atoms as there are atoms in എന്തില് 12 gram there are atoms in 12 gram carbon 12 isotope. റെഡി അല്ലേ? അതായത് 12 ഗ്രാം കാർബൺ 12 ഐസോട്ടോപ്പ് എടുക്കുമ്പോൾ അതിൽ എത്ര ആറ്റംസ് ഉണ്ട്, അത്രയും ആറ്റംസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ സബ്സ്റ്റൻസിന് എത്ര എമൗണ്ട് എടുക്കണം, അതിനാണ് ഒരു മോൾ എന്ന് പറയുന്നത്. അപ്പോൾ സോഡിയത്തിന്റെ കേസിൽ ഒരു മോൾ എന്ന് പറയുന്നത് 6.022 into 10⁻23 സോഡിയം ആറ്റംസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും. ഓക്കെ, ഒരു മോള് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ 6.022 into 10⁻23 കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും. അപ്പോൾ ബേസ് എന്താണെന്ന് വെച്ചാൽ 12 ഗ്രാം കാർബൺ 12 എത്ര ആറ്റംസ് ഉണ്ടെന്ന് വെച്ചാൽ 6.022 into 10⁻23 ആറ്റംസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നതിനെ ഡിഫൈൻ ചെയ്തതാണ് എന്ത്? 1 മോൾ. കൺസെപ്റ്റ് ക്ലിയർ ആയി വിചാരിക്കുന്ന 6.022 into 10⁻23 കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 6.022 into 10⁻23 പകരം നമ്മൾ ഡെഫിനേഷനിൽ കൊടുക്കുക ആരെയാണ്? 12 ഗ്രാം കാർബൺ 12 ഐസോട്ടോപ്പ്. കാരണം കാർബൺ 12ന്റെ ബേസിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 12 ഗ്രാം കാർബൺ 12 എത്ര ആറ്റംസ് ഉണ്ടോ അത്രയും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന എമൗണ്ട് ആണ് എൻ്റെ മോൾ. ഈ എമൗണ്ട് ഞാൻ ഗ്രാമിൽ പറയുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് ഗ്രാം അറ്റോമിക് മാസ്, അല്ലെങ്കിൽ ജനറലി പറയും അറ്റോമിക് മാസ്. ഫോർ എക്സാമ്പിൾ ഞാൻ സോഡിയത്തിന്റെ കേസിലേക്ക് തന്നെ വരാം.
ഒരു മോള് സോഡിയം എടുക്കുകയാണെങ്കിൽ അതിൽ ഞാൻ പറഞ്ഞു അവോഗാഡ്രോ നമ്പർ, അതായത് 6.022 into 10⁻23 സോഡിയം ആറ്റംസ് ഉണ്ട്. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രാമിൽ എത്ര എമൗണ്ട് എടുക്കണം എന്നുള്ളത് അതിൻ്റെ അറ്റോമിക് മാസ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് ആയിരിക്കും. സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 23 gram ആണ്. അപ്പോൾ 23 gram സോഡിയം എടുക്കുകയാണെങ്കിൽ അതിലെന്തുണ്ടാവും? അവോഗാഡ്രോ നമ്പർ സോഡിയം ആറ്റംസ് ഉണ്ട്. ഇനി ഞാൻ കാർബൺ ഡൈ ഓക്സൈഡിലേക്ക് വരാം. ഒരു മോള് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയാണെങ്കിൽ അതിൽ 6.022 into 10⁻23 എന്തുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് ഉണ്ടാവും. കാരണം സോഡിയം എന്ന് പറയുന്നത് ആറ്റമാണ്, CO2 എന്ന് പറയുന്നത് ആറ്റങ്ങൾ കൂടി ചേർന്നു, അപ്പോൾ എന്തായി? മോളിക്യൂളായി. അപ്പോൾ ഒരു മോള് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയാണെങ്കിൽ അതിൽ 6.022 into 10⁻23 എന്തുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന മാസ്, അപ്പോൾ ആറ്റംസ് തമ്മിൽ കൂടി ചേർന്ന്, അപ്പോൾ ഞാൻ എടുക്കുന്ന മാസിന് ഞാൻ എന്ത് പറയണം? മോളിക്കുലാർ മാസ് എന്ന് പറയും. ആറ്റം ആണെങ്കിൽ അറ്റോമിക് മാസ്, മോളിക്യൂൾ ആണെങ്കിൽ മോളിക്കുലാർ മാസ്. ഓക്കെ അല്ലേ? അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അറ്റോമിക് മാസ് കൂടി ചേർന്നാൽ എനിക്ക് 44 gram കിട്ടും. അത് കണ്ടുപിടിക്കാൻ ഞാൻ പഠിപ്പിച്ചു തരാം. കാർബണിന്റെ മാസ് 12 ആണ്, 2 ഓക്സിജൻ 32 ആണ്. സോ 32 + 12 44 gram. അപ്പോൾ 44 gram എടുക്കുകയാണെങ്കിൽ, കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയാണെങ്കിൽ അതാണ് എൻ്റെ ഒരു മോള്. ദെൻ അതിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? അവോഗാഡ്രോ നമ്പർ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ്. അപ്പോൾ ജനറലി ഒരു മോൾ എന്ന് വെച്ചാൽ അതിൽ അവോഗാഡ്രോ നമ്പർ എന്തുണ്ടാവും? ആറ്റം ആണെങ്കിൽ ആറ്റംസ് ഉണ്ടാവും, മോളിക്യൂൾ ആണെങ്കിൽ മോളിക്യൂൾസ് ഉണ്ടാവും, അയോൺ ആണെങ്കിൽ അയോൺസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു മോള് സോഡിയം എടുക്കുകയാണെങ്കിൽ അതിൽ അവോഗാഡ്രോ നമ്പർ ആരാണ് ഉണ്ടാവുക? സോഡിയം ആറ്റംസ് ആണ് ഉണ്ടാവുക. ഒരു മോള് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എടുക്കുന്നതെങ്കിൽ അതിൽ ആരാണ് ഉണ്ടാവുക? അവോഗാഡ്രോ നമ്പർ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് ആണ് ഉണ്ടാവുക. അതേപോലെ ഒരു മോള് ഞാൻ കാൽസ്യം അയോൺ ആണ് എടുക്കുന്നതെങ്കിൽ അതിൽ അവോഗാഡ്രോ നമ്പർ ആരും ഉണ്ടാവുക? കാൽസ്യം അയോൺസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ആറ്റം ആണ് എടുക്കുന്നതെങ്കിൽ അവോഗാഡ്രോ നമ്പർ ആറ്റംസ്, മോളിക്യൂളിന്റെ കേസ് ആണെങ്കിൽ അവോഗാഡ്രോ നമ്പർ മോളിക്യൂൾസ്, അയോണിന്റെ കേസ് ആണെങ്കിൽ അവോഗാഡ്രോ നമ്പർ അയോൺസ്. ഓക്കെ, ഇനി ഈ മോൾ എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് നമുക്ക് ബേസിക്കലി വേണ്ടത്. മോള് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ആറ്റം ആണെങ്കിൽ അറ്റോമിക് മാസ് കൊടുക്കാം, മോളിക്യൂൾ ആണെങ്കിൽ മോളിക്കുലർ മാസ് കൊടുക്കാം, അയോൺ ആണെങ്കിൽ അയോണിക് മാസ് കൊടുക്കാം. ഓക്കെ, ആറ്റം ആണെങ്കിൽ അറ്റോമിക് മാസ് കൊടുക്കാം, മോളിക്യൂൾ ആണെങ്കിൽ മോളിക്കുലർ മാസ് കൊടുക്കാം, അയോൺ ആണെങ്കിൽ അയോണിന്റെ മാസ് കൊടുക്കാം. അപ്പോൾ 2 gram ഹൈഡ്രജൻ, ഇതിൽ മോള് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണം? ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് വെച്ച് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം, മോളിക്കുലർ മാസ് വെച്ച് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്നോട് കാൽക്കുലേറ്റ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. മോൾസ് ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? മോളിക്കുലർ മാസ് വെച്ച് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് എലമെന്റിന്റെ അറ്റോമിക് മാസ് ഒന്ന് പറഞ്ഞുതരാം. ബേസിക് ആയിട്ട് അത് മാത്രമേ പഠിക്കാനുള്ളൂ. ചില ക്വസ്റ്റ്യനിൽ അറ്റോമിക് മാസ് തരാറുമുണ്ട്. ഹൈഡ്രജൻ ആണെങ്കിൽ 1 gram, കാർബൺ ആണെങ്കിൽ 12 gram, ഓക്സിജൻ ആണെങ്കിൽ 16 gram, നൈട്രജൻ ആണെങ്കിൽ 14 gram, ദെൻ സൾഫർ ആണെങ്കിൽ 32 gram, ദെൻ സോഡിയം 23. ഇതിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എന്തെങ്കിലും പരിചയം ഉണ്ടാവും. ദെൻ മഗ്നീഷ്യം, കാൽസ്യം 40. ഓക്കെ, കോമൺ ആയിട്ട് വരുന്ന കോമ്പൗണ്ട്സ് ആണ് കാൽസ്യം കാർബണേറ്റ്, അതേപോലെ സൾഫർ ഡൈ ഓക്സൈഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്. അപ്പോൾ ഇതിലെല്ലാം ഉള്ളതാണ് ഹൈഡ്രജന്, ഓക്സിജന്, നൈട്രജൻ, കാർബൺ, സൾഫർ കാര്യങ്ങൾ. ഓക്കെ, ഹൈഡ്രജൻ ആണെങ്കിൽ 1 gram, കാർബൺ ആണെങ്കിൽ 12 gram, ഓക്സിജൻ 16, നൈട്രജൻ 40, സൾഫർ 32, സോഡിയം 23, മഗ്നീഷ്യം 24, കാൽസ്യം 40. മോൾസ് കണ്ടുപിടിക്കാൻ ഗിവൺ മാസ് ബൈ
മോളിക്കുലർ മാസ് ജനറലി ഞാൻ എഴുതി. നമ്പർ ഓഫ് മോൾസിന് ഞാൻ നൊട്ടേറ്റ് ചെയ്യുന്നതാണ് സ്മോൾ എൻ. ഗിവൺ മാസിന് ഞാൻ W കൊടുക്കുകയാണ്. മോളിക്കുലർ മാസ് അല്ലെങ്കിൽ അറ്റോമിക് മാസിന് ഞാൻ M കൊടുക്കുകയാണ്. ഓക്കെ. ഇനി ഇതിൽ യൂണിറ്റിന് ചിലപ്പോഴൊക്കെ ഒരു പ്രശ്നം വരാറുണ്ട്. അതായത് നമ്മുടെ നമ്പർ ഓഫ് മോൾസിന് ജനറലി നമ്മൾ മോൾസ് എന്ന് എഴുതാറുണ്ട്. അത് തന്നെയാണ് ഗ്രാം മോൾസ്. ഓക്കെ. കിലോമോൾ ആണെങ്കിൽ എടുത്തെഴുതാറുണ്ട് കിലോമോൾസ് അല്ലെങ്കിൽ കിലോഗ്രാം മോൾസ്. ചില ടെക്സ്റ്റ് ബുക്കിൽ മോൾസ് എന്ന് മാത്രം ചിലപ്പോൾ എഴുതി കാണാറുണ്ട്. മോൾസ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഗ്രാമോൾ ആണ്. കിലോമോൾ ആണെങ്കിൽ എടുത്തെഴുതാം കിലോമോൾ. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യനിൽ ഇത് കിലോഗ്രാം ആണെങ്കിൽ ഇതെനിക്ക് കിട്ടുന്നത് കിലോമോളിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും മോളിക്കുലർ മാസിന്റെ യൂണിറ്റ് എന്താണ്? മോളിക്കുലർ മാസിന്റെ യൂണിറ്റ് നിങ്ങൾക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. N is equal to W/M ആണ്. ഇങ്ങനെയാണെങ്കിൽ M is equal to എന്താണ്? W/N ആണ്. അപ്പോൾ ഇത് ഗിവൺ മാസ്, ഇത് നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ കിലോഗ്രാമിലാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് മോൾസ് എന്തിലായിരിക്കും? കിലോമോളിലായിരിക്കും. നേരെ മറിച്ച് ഗ്രാമിലാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ മോളിക്കുലർ മാസ് എന്തിലായിരിക്കും? ഗ്രാം പെർ ഗ്രാം മോളിലായിരിക്കും. അപ്പോൾ മോളിക്കുലർ മാസിന്റെ യൂണിറ്റ് എൻ്റെ മാസ് മാറ്റുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ആര് മാറിക്കോളും? മോൾസ് മാറിക്കോളും. അപ്പോൾ മോളിക്കുലർ മാസിന്റെ യൂണിറ്റ് ഗ്രാം പെർ ഗ്രാം മോൾ എന്ന് പറഞ്ഞാലും ശരിയാണ്, കിലോഗ്രാം പെർ കിലോ മോൾ എന്ന് പറഞ്ഞാലും ശരിയാണ്. ഇനി വേണമെങ്കിൽ പൗണ്ട് പെർ പൗണ്ട് മോൾ എന്ന് പറഞ്ഞാലും ശരിയാണ്. ഓക്കെ. വാല്യൂസിന് മാറ്റൊന്നും വരാൻ പോകുന്നില്ല. സോഡിയം ആണെങ്കിൽ 23 തന്നെ. ഗ്രാം പെർ ഗ്രാം മോൾ ആയാലും കുഴപ്പമില്ല, കിലോഗ്രാം പെർ കിലോ മോൾ ആയാലും കുഴപ്പമില്ല, പൗണ്ട് പെർ പൗണ്ട് മോൾ ആയാലും കുഴപ്പമില്ല. അപ്പോൾ N കാണാനുള്ള ഇക്വേഷൻ ഞാൻ പറഞ്ഞു. N is equal to W/M. റെഡി അല്ലേ? അപ്പോൾ ഞാൻ ഒരു ചെറിയ ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ, ഇപ്പോൾ 23 ഗ്രാം സോഡിയത്തിന്റെ മോൾസ് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗിവൺ മാസ് 23, അറ്റോമിക് മാസ് നമ്മൾ നേരത്തെ പറഞ്ഞു 23. സോ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു 1. റെഡി അല്ലേ? ദെൻ 69 ഗ്രാം സോഡിയം ആണെങ്കിൽ ഗിവൺ മാസ് 69 ആണ്, അറ്റോമിക് മാസ് 23 ആണ്. സോ ഡിവൈഡഡ് ബൈ 23 വരുമ്പോൾ 3 മോൾസ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ്. ഒരു ചെറിയ ക്വസ്റ്റ്യൻ തരാം. How many grams of oxygen are in 65 gram of C2H2O2? പിന്നെ അതിൽ കാർബൺ 12, ഹൈഡ്രജൻ 1, ഓക്സിജൻ 16 ഗിവൺ ആണ്. Then option A 80, option B 29, option C 9.5, option D 35.9. സോ ഞാൻ സ്റ്റോഷിയോമെട്രിയുടെ ഒരു ബേസും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി. എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് എന്നല്ല, എന്നോട് ചോദിച്ചിരിക്കുന്നത് ഓക്സിജന്റെ എമൗണ്ട് ആണ്. ഓക്കെ. അപ്പോൾ എനിക്ക് ആദ്യം വേണ്ടത് C2H2O2ന്റെ മോളിക്കുലർ മാസ് ആണ്. കാരണം എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഓക്സിജന്റെ എമൗണ്ട് ആണ്. അപ്പോൾ എനിക്ക് ആദ്യം വേണ്ടത് C2H2O2ന്റെ എമൗണ്ട് അല്ലെങ്കിൽ മോളിക്കുലർ മാസ് ആണ് വേണ്ടത്. അപ്പോൾ ഒരു മോള് C2H2O2 എന്ന് വെച്ചാൽ എത്ര എമൗണ്ട് ഉണ്ടാവുമെന്ന് നിങ്ങൾക്കൊന്ന് കണ്ടുപിടിക്കാം. 2 കാർബൺ ഉണ്ട്, 2 ഹൈഡ്രജൻ ഉണ്ട്, 2 ഓക്സിജൻ ഉണ്ട്. സോ നിങ്ങൾക്കൊന്ന് കൂട്ടാവുന്നേ ഉള്ളൂ. നമ്മൾ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ 2 കാർബണിന്റെ മാസ്
പ്ലസ് 2 ഹൈഡ്രജന്റെ മാസ് പ്ലസ് 2 ഓക്സിജന്റെ മാസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, 2 കാർബൺ, ഞാൻ കാർബണിന്റെ മാസ് ഇവിടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. 2 കാർബണിൽ 12, ദെൻ 2 ഹൈഡ്രജൻ എടുക്കുമ്പോൾ 2 into 1, ദെൻ 2 ഓക്സിജൻ എടുക്കുമ്പോൾ 2 into 16, സോ ടോട്ടൽ 32, 34, 24, 58 gram. റെഡി അല്ലേ? എന്നോട് ചോദിച്ചിരിക്കുന്നത് 65 ഗ്രാമിൽ എത്ര ഓക്സിജൻ ഉണ്ടെന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ മോളിക്യൂള്. ഈ ഒബ്ജക്റ്റീവ് ആയാലും കുറെ ലാഭമൊക്കെ ഉണ്ട്. ഒരു ലാഭം ഞാൻ പറഞ്ഞുതരാം. 58 gram C2H2O2. 58 gram C2H2O2. ഇതാണ് എൻ്റെ ഒരു മോൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി നിങ്ങൾ ഈ മോളിക്യൂളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. C2H2O2 എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ഉണ്ട് അല്ലെ? അപ്പൊ 58 gram C2H2O2 എടുക്കുകയാണെങ്കിൽ അതിൽ 2 ഓക്സിജന്റെ ആറ്റം എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഓക്സിജന്റെ ഗ്രാം എത്രയാണെന്ന് ചോദിച്ചാൽ 2 into 16, 32 gram. റെഡി അല്ലേ? എൻ്റെ C2H2O2 58 gram ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2 ഓക്സിജൻ ആണ് അതിലുള്ളത്. അപ്പോൾ 58 gram C2H2O2 എടുക്കുകയാണെങ്കിൽ അതിൽ 32 gram ആരുണ്ടാവും? ഓക്സിജൻ ഉണ്ട്. എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 65 എത്ര ഉണ്ട് എന്നാണ്. 58 32 ഉണ്ടെങ്കിൽ 65 എന്തായാലും 32-നേക്കാളും കൂടുതൽ ഉണ്ടാവണം. സോ ആൻസർ എന്തായിരിക്കണം? 35.9 ആയിരിക്കണം. പിന്നെ അതിൽ ചെയ്യാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. കാരണം ഇത് കൂടുകയാണെങ്കിൽ ഇതും എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക്കലി അതിനനുസരിച്ച് കൂടണം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് നോക്കിയാൽ മതി. 35.9. ഇനി അല്ലാത്ത കേസിൽ എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ റേഷ്യോ ആണ് ഈ സ്റ്റോഷിയോമെട്രിയിൽ എപ്പോഴും നമുക്ക് വേണ്ട ഒരു കാര്യം. 1:2 തന്നെയാണ്, 2:4 അല്ല. അപ്പൊ ഇതിൽ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ആണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? 1 into 4 4 തന്നെയാണ്, 2 into 2 4 തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ 58 gram C2H2O2 ഉണ്ട്. അതിൽ 32 gram ഓക്സിജൻ ആണ്. അപ്പോൾ 65 gram C2H2O2 ഉണ്ടെങ്കിൽ ഇതിൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു കാര്യം ചെയ്താൽ മതി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിന് ഞാൻ എക്സ് കൊടുക്കുകയാണെങ്കിൽ ഇതും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 65 into 32 is equal to x into 58. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. സോ എക്സ് is equal to 65 into 32/58. എന്ന് വെച്ചാൽ 32-ന് മുകളിൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം 58 65 ആവുന്നുണ്ടെങ്കിൽ 32 ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം? കൂടണം. അതേ ഉള്ളൂ അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും. C2H2O2 തന്നിട്ട് അതിൽ എത്ര ഓക്സിജൻ ഉണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ ഓക്സിജന്റെ ഗ്രാമാണ് ചോദിച്ചേക്കുന്നത്. ഇതേപോലെ എനിക്ക് മോൾസും വേണമെങ്കിൽ ചോദിക്കാം. അതായത് ഒരു മോള് C2H2O2 എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു മോള് H2 ഉണ്ടാവും, ഒരു മോള് O2 ഉണ്ടാവും, ദെൻ 2 മോള് കാർബൺ ഉണ്ടാവും. ഇതും ഇതിന്റെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് C2H2O2 2 കാർബൺ ഉണ്ട്, 2 ഹൈഡ്രജൻ ഉണ്ട്, 2 ഓക്സിജൻ ഉണ്ട്. ഞാനിത് ഹൈഡ്രജൻ മോളിക്യൂൾ ആയിട്ടാണ് എഴുതിയത്. ഇനി ആറ്റം ആയിട്ട് വേണമെങ്കിൽ എഴുതാം. 2 മോള് ഹൈഡ്രജൻ ഉണ്ടാവും, അതേപോലെ 2 മോള് ഓക്സിജൻ ഉണ്ടാവും, അതേപോലെ 2 മോള് കാർബൺ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതേപോലെ എനിക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. എൻ്റെ കയ്യിൽ 3 മോള് C2H2O2 ഉണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നേ ഉള്ളൂ. 3 മോള് C2H2O2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര മോള് ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? അപ്പോൾ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ C2H2O2 എഴുതിയാൽ അതിൽ 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഓക്കെ,
ഒരു C2H2O2 എടുത്താൽ അതിൽ 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പോൾ 1 മോള് C2H2O2 എടുത്താൽ അതിൽ 2 മോള് ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പോൾ 1ന് 2 ആണെങ്കിൽ 3ന് എത്രയാണെന്ന് പിന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ഞാൻ പ്രൊപ്പോർഷണാലിറ്റി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. 1ന് 2 ആണെങ്കിൽ 3ന് എത്രയെന്ന് ചോദിച്ചാൽ ഇത് സിമ്പിൾ ആയതുകൊണ്ട് ചെയ്യാനൊന്നുമില്ല, കാരണം 1ന്റെ ഡബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ 3ന്റെ ഡബിൾ 6 ആയിരിക്കും ആൻസർ. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 2 6, then x × 1 ആയിരിക്കും. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, 3 × 2 എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 3 × 2 ഡിവൈഡഡ് ബൈ 1. നിങ്ങൾക്ക് സിമ്പിൾ മാത്തമാറ്റിക് ഓക്കെ ആണെങ്കിൽ ഇത് ഒറ്റയടിക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. 1ന് 2 ആണെങ്കിൽ 3ക്ക് എന്തായിരിക്കും, അതിന് നേരെ ഡബിൾ ആയിരിക്കും. ഇനി അതേപോലെ ഒരു ക്വസ്റ്റിനും കൂടെ ഞാൻ ഈ മോളിക്യൂൾ പറഞ്ഞതും കൂടെ കൊണ്ട് പറയാണ്. 1 മോള് C2H2O2 എടുക്കുകയാണെങ്കിൽ അതിൽ 1 മോള് ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് 4 മോള് C2H2O2 ഉണ്ടെങ്കിൽ 4 മോള് C2H2O2 ഉണ്ടെങ്കിൽ അതിൽ എത്ര ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാവും? ഞാൻ ക്വസ്റ്റ്യൻ മാറ്റിയിട്ടുണ്ട്. ആറ്റത്തിന് പകരം ഹൈഡ്രജൻ മോളിക്യൂൾസ് എത്ര? അപ്പോൾ മോളിക്യൂൾ എന്ന് വെച്ചാൽ H2 ആണ് എൻ്റെ മോളിക്യൂൾ. ആറ്റംസ് കൂടിച്ചേർന്നതാണ് എൻ്റെ മോളിക്യൂൾ. അപ്പോൾ H മാത്രമാണെങ്കിൽ അത് ആറ്റമാണ്, H2 ആകുമ്പോൾ അത് മോളിക്യൂളാണ്. അപ്പോൾ H2 ആയാലും O2 ആയാലും നൈട്രജൻ ആയാലും ഇതെല്ലാം എന്താണ്, മോളിക്യൂളാണ്. അപ്പോൾ നിങ്ങൾ ഇത് മാത്രം ഒന്ന് കൺസിഡർ ചെയ്താൽ മതി. ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജന്റെ കേസിൽ അത് ഡൈ അറ്റോമിക് ആണ്, അല്ലെങ്കിൽ മോളിക്യൂൾ എന്ന് ചോദിക്കുമ്പോൾ H2, O2, N2. കാരണം നമുക്ക് ബേസിക് ആയിട്ട് റിയാക്ഷൻ ചോദിക്കാവുന്നതാണ്. ഒന്ന് വാട്ടറിന്റെ ഫോർമേഷൻ, വേറൊന്ന് അമോണിയന്റെ ഫോർമേഷൻ. ഇത് രണ്ടും തന്നെ കോമൺ ആയിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയാനുള്ള ചോദിക്കാൻ പാകത്തില്ല. അപ്പോൾ C2H2O2 എത്ര ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു C2H2O2 എടുക്കുമ്പോൾ അതിൽ ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ ആണ് ഉള്ളത്. അപ്പോൾ 1 മോള് C2H2O2 എടുക്കുകയാണെങ്കിൽ അതിൽ എന്തേ ഉണ്ടാവുള്ളൂ, 1 മോള് ഹൈഡ്രജൻ മോളിക്യൂൾ. ഓക്കെ, അപ്പോൾ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 4 മോളാണ്. 4 മോൾ ഉണ്ടെങ്കിൽ ഇവിടെ എത്ര ഉണ്ടാവണം, 4 ഉണ്ടാവണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്ന. ഞാൻ എൻ്റെ സ്റ്റോഷിയോമെട്രിയിലേക്ക് വരാം. സ്റ്റോഷിയോമെട്രിയിലേക്ക് വരുമ്പോൾ എൻ്റെ റിയാക്ഷൻസിലേക്കാണ് ഞാൻ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഞാൻ നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്ത് അമോണിയ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എൻ്റെ സ്റ്റോഷിയോമെട്രി തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു റിയാക്റ്റൻ്റ് റിയാക്ട് ചെയ്യുന്നതിനനുസരിച്ച് എനിക്ക് എത്ര പ്രൊഡക്റ്റ് കിട്ടും. ഞാനിപ്പോൾ അമോണിയ എൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഞാൻ എൻ്റെ റിയാക്ടറിലേക്ക് നൈട്രജനും ഹൈഡ്രജനും കൊടുത്തു. ഓക്കെ, അത് പ്രൊസീഡ് ചെയ്ത് അമോണിയ ഫോം ചെയ്തു. അപ്പോൾ എത്ര അമോണിയാണ് ഞാൻ കൊടുത്ത നൈട്രജൻ അനുസരിച്ച് കിട്ടിയതെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ ഞാൻ യൂസ് ചെയ്യുന്നതാണ് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ. അപ്പോൾ അതിന്റെ ബേസ് എന്ന് പറയുന്നത് മോൾ തന്നെയാണ്, അല്ലെങ്കിൽ മോളിക്കുലർ മാസ്, അറ്റോമിക് മാസ് തന്നെയാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ റിയാക്ഷൻ ബാലൻസ് ചെയ്യാന്നുള്ളതാണ്. സിമ്പിൾ റിയാക്ഷൻസ് മാത്രമേ തരുള്ളൂ. നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ കമ്പൈൻ ചെയ്താൽ അമോണിയ കിട്ടും. ഇവിടെ 2 നൈട്രജൻ ഉണ്ട്, ഇവിടെ 1 നൈട്രജനേ ഉള്ളൂ. സോ എനിക്ക് ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യാനാണ് ഓപ്ഷൻ ഉള്ളത്. സോ 2 കൊണ്ട് ഞാൻ ലെഫ്റ്റിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഇപ്പം നൈട്രജൻ ബാലൻസ് ആയി. ഇവിടെയും 2, ഇവിടെയും 2. ഇനി ഹൈഡ്രജൻ അപ്പോൾ കൂടിപ്പോയി, കാരണം NH3 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 2 NH3 വരുമ്പോൾ 2 × 3 6 ഹൈഡ്രജൻ ആയി. അപ്പോൾ H2 2 ആണ്, അത് 6 ആക്കണം എന്ന് വെച്ചാൽ ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് എൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. N2 + 3H2 gives 2NH3. ഓക്കെ, ഞാൻ ഒരു റിയാക്ഷനും കൂടെ എഴുതാം. ഞാൻ നേരത്തെ പറഞ്ഞു വാട്ടർ ഫോം ചെയ്യുന്ന കേസ് ഹൈഡ്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ H2O കിട്ടും. ഓക്കെ അല്ലേ? ഓ, എനിക്കിവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ. ഓക്കെയാണ്. ഓക്സിജൻ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉള്ളൂ. ഈ 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഇവിടെ ഞാൻ പകുതി കൊണ്ട് ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 1 ആവും. അതല്ല എങ്കിൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓക്സിജൻ 2 ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഓക്സിജൻ ബാലൻസ് ആയി. അതേസമയം ആര് കൂടി, ഹൈഡ്രജൻ കൂടി. ഹൈഡ്രജൻ 2 × 2 4 ആയി. കാരണം ഒരു H2 2 ഹൈഡ്രജൻ ആണ്. 2 H2 എടുത്താൽ 4 ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജൻ ഞാൻ വീണ്ടും കൂട്ടണം.
2H2 plus O2 gives 2H2. ഇത് ആദ്യമായിട്ട് എഴുതുമ്പോൾ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. പ്രാക്ടീസ് ആയതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോകുന്നത്. 2H2 plus O2 gives 2H2O, N2 plus 3H2, 2NH3. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു രണ്ട് റിയാക്ഷൻ എന്ന് പറയാനുള്ളത്. പിന്നെ നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ഹൈഡ്രോ കാർബണിന്റെ കേസാണ്. ഇപ്പോൾ ഹൈഡ്രോ കാർബൺ എന്ന് വെച്ചാൽ എന്താ? ഹൈഡ്രജനും കാർബണും ഉള്ളതാണ് ഹൈഡ്രോ കാർബൺ. അതിനെ ഞാൻ കമ്പഷൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിരിക്കും. നമ്മളിപ്പോൾ LPG കത്തിക്കുകയാണെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും സ്റ്റീം അല്ലെങ്കിൽ വാട്ടർ. ഓക്കെ, വാട്ടറിന്റെ ഗ്യാസസ്. അപ്പോൾ എൻ്റെ ബാലൻസിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഒരു കാർബൺ ബാലൻസ് ആണ്. 4 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ 2 ഹൈഡ്രജനേ ഉള്ളൂ. ഞാൻ 2നെ 4 ആക്കണമെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ദെൻ ഓക്സിജന്റെ കേസിൽ ഇവിടെ 2, ദെൻ ഇവിടെ 2, 4 ഉണ്ട്. ഇവിടെ 2 മാത്രമേ ഉള്ളൂ, 2O2. അപ്പോൾ ഫസ്റ്റ് എൻ്റെ സ്റ്റോഷിയോമെട്രിയിൽ എനിക്ക് വേണ്ടത് എൻ്റെ റിയാക്ഷൻ എഴുതാന്നുള്ളതാണ്. അത് ബാലൻസ് അല്ലെങ്കിൽ ബാലൻസ് ആക്കുക എന്നുള്ളതാണ്. ഇനി ബാലൻസ് ആയി കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ എനിക്ക് മനസ്സിലാവുന്ന കാര്യം 2 കേസ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഒന്ന് മോളിന്റെ കേസും വേറൊന്ന് മാസിന്റെ കേസും. ഒരു മോള് നൈട്രജൻ. ഇവിടെ നൈട്രജൻ കോയിഫിഷ്യന്റ് നോക്കുകയാണെങ്കിൽ, അതായത് ഇടത്തുള്ള നോക്കുകയാണെങ്കിൽ ഇവിടെ 1 ആണുള്ളത്. 1 ഉള്ളപ്പോൾ ഞാൻ എഴുതാറില്ല. അപ്പോൾ എൻ്റെ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യന്റ് എന്ന് പറയാം. നൈട്രജന്റെ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യന്റ് 1 ആണ്. അപ്പോൾ 1 മോള് നൈട്രജൻ. ഹൈഡ്രജന്റെ കേസിൽ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് 3 ആണ്. സോ 3 മോള് ഹൈഡ്രജൻ. പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 2 മോള് അമോണിയ. ഇതാണ് എൻ്റെ സ്റ്റോഷിയോമെട്രിയിൽ ഒന്നാമതായിട്ട് വേണ്ട കാര്യം. ബാലൻസ് ചെയ്തതിൻ്റെ ലെഫ്റ്റിലുള്ളത് പിടിച്ച് ചെയ്ത 1 മോള് നൈട്രജൻ, 3 മോള് ഹൈഡ്രജൻ, 2 മോള് അമോണിയ. ഇനി ഇത് വേണമെങ്കിൽ എനിക്ക് മാസിൽ പറയാം. 1 മോള് നൈട്രജൻ. ഓക്കെ, 2 നൈട്രജൻ ആറ്റം ഉണ്ട്. എനിക്ക് മാസ് കണ്ടുപിടിക്കാൻ ഞാൻ നൈട്രജന്റെ മാസ് നേരത്തെ പറഞ്ഞു തന്നായിരുന്നു, 14 ഗ്രാം. 2 നൈട്രജൻ ഉണ്ടെങ്കിൽ 28 ഗ്രാം. ഓക്കെ, ദെൻ 3 ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ മോളിക്യൂൾ ആണ്. ഒരു ഹൈഡ്രജൻ മോളിക്യൂളിന് 2 ഗ്രാം. 3 ഹൈഡ്രജൻ മോളിക്യൂൾ ആകുമ്പോൾ 6. ഇനി പ്രൊഡക്റ്റ് അമോണിയാണ്. 14 + 3 17, 17 × 2 34. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ റിയാക്ടന്റ് കണ്ടുപിടിച്ചാൽ പിന്നെ പ്രൊഡക്റ്റിലേക്ക് അധികം സമയം കളയേണ്ട കാര്യമില്ല. കാരണം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഉണ്ട്. 28 + 6 ഇതെന്തായിരിക്കണം? 34 ആയിരിക്കണം. ഇനി അടുത്ത റിയാക്ഷനിലേക്ക് വരികയാണ്. ഇതേപോലെ തന്നെ എൻ്റെ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യന്റ് ഇവിടെ 2 ആണ്. അപ്പോൾ 2 മോള് ഹൈഡ്രജൻ കമ്പൈൻ വിത്ത് 1 മോള് ഓക്സിജൻ ഗീവ്സ് 2 മോള് വാട്ടർ. റെഡിയല്ലേ? ഇവിടെ നോക്കുകയാണെങ്കിൽ 1 മോള് മീഥൈന് കമ്പൈൻ വിത്ത് 2 മോള് ഓക്സിജൻ ഈൽഡ് 1 മോള് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് 2 മോള് വാട്ടർ. ക്ലിയർ? ഞാൻ മുകളിൽ എഴുതുകയാണെങ്കിൽ എത്രയും എന്ത് ചെയ്താൽ മതി? എൻ്റെ റിയാക്ഷനെ ബാലൻസ് ചെയ്യാം. ലെഫ്റ്റിലുള്ള കോയിഫിഷ്യന്റ് എടുത്ത് എഴുതാം. 1 മോള് 2 മോള് 1 മോള് 2 മോള്. ഇനി വേണമെങ്കിൽ എന്തിലും കൂടെ എഴുതാം. എനിക്ക് മാസിലും കൂടെ എഴുതാം. സോ വാട്ടറിന്റെ കേസിൽ ഞാൻ മാസ് നോക്കുകയാണെങ്കിൽ ഹൈഡ്രജന്റെ മാസ് 2 ഹൈഡ്രജൻ ആണ്, 2 ഉണ്ടാവും. സോ 2 × 2 4. ഓക്സിജൻ 32. ഇനി ഞാൻ അപ്പുറം പോയി കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. 32 + 4 36, കാരണം ഒരൊറ്റ പ്രൊഡക്റ്റേ ഉള്ളൂ. then ഇവിടെ മീഥൈൻ ആണ് 16 ഗ്രാം, 2 ഓക്സിജൻ 64 ഗ്രാം, then 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് 44, then ഇവിടെ 2 വാട്ടർ ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 36. നോക്കിയാൽ മതി. 16 + 64 80 ആണ്. 44 + 36 80. ഈ ഒരു 2 കാര്യമാണ് എനിക്ക് സ്റ്റോഷിയോമെട്രിന്ന് വേണ്ടത്. ഒന്ന് മോളിന്റെ ബേസിൽ പറയാൻ പഠിക്കുക, വേറൊന്ന് മാസിന്റെ ബേസിൽ പറയാൻ പഠിക്കുക. ഒന്ന് മോളിന്റെ ബേസിൽ പറയാൻ പഠിക്കുക, വേറൊന്ന് മാസിന്റെ ബേസിൽ പറയാൻ പഠിക്കുക. ഓക്കെ അല്ലേ? ഓ ഇനി ഇതൊന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക എങ്ങനെയാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വരെ എങ്ങനെയാന്ന് വെച്ചാൽ, എനിക്ക് 32 ഗ്രാം മീഥൈൻ ആണ് കത്തിക്കാനുള്ളത്, അല്ലെങ്കിൽ കമ്പഷൻ ചെയ്യാനുള്ളത്. അല്ല, ഓക്സിജൻ ആയിട്ടുള്ള റിയാക്ഷൻ പറയുന്നതാണ് കമ്പഷൻ റിയാക്ഷൻ. 32 ഗ്രാം മീഥൈൻ എനിക്ക് ബേൺ ചെയ്യാനുണ്ട്. എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്ന.
32 ഗ്രാം മീഥെയിൻ ഞാൻ കമ്പഷൻ ചെയ്യുകയാണെങ്കിൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും? കാരണം പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാറുള്ളൂ. അപ്പോൾ 16 ഗ്രാം മീഥെയിൻ കമ്പഷൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ഇതാണ് സ്റ്റോഷിയോമെട്രിയുടെ എയിം എന്ന് പറയുന്നത്. ഞാൻ എഴുതിയതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ 1 മോള് മീഥെയിനും 2 മോള് ഓക്സിജനും റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 1 മോള് കാർബൺ ഡൈ ഓക്സൈഡും 2 മോള് വാട്ടറും കിട്ടും. ഇപ്പൊ ചില ക്വസ്റ്റ്യൻ റിയാക്ഷൻസ് തരാറുണ്ട്. ഫോർ എക്സാമ്പിൾ N2 plus 3H2 gives 2NH3. ഇതിന്ന് നമ്മൾ നേരത്തെ എഴുതി കഴിഞ്ഞു. 1 മോള് നൈട്രജനും 3 മോള് ഹൈഡ്രജനും കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് 2 മോള് അമോണിയ കിട്ടും. ഇതാണ് റിയാക്ഷൻ എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ വേണമെങ്കിൽ മാസിന്റെ കേസിൽ പറയാം. 1 മോള് നൈട്രജൻ എന്ന് പറയുമ്പോൾ 28 ഗ്രാം, ദെൻ ഇത് 6 ഗ്രാം. അപ്പോൾ 28 ഗ്രാം നൈട്രജനും 6 ഗ്രാം ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് 34 ഗ്രാം അമോണിയ കിട്ടും. അതേപോലെ ഇവിടെ ഞാൻ പറഞ്ഞു 1 മോള് മീഥെയിനും 2 മോള് ഓക്സിജനും തമ്മിൽ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് 1 മോള് കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും, 2 മോള് വാട്ടറും കിട്ടും. അപ്പോൾ 16 ഗ്രാം മീഥെയിനും 64 ഗ്രാം ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും, 36 ഗ്രാം വാട്ടറും കിട്ടും. അപ്പൊ എന്നോട് ചോദിക്കാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ 32 ഗ്രാം മീഥെയിൻ ആണ് കമ്പഷൻ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ബേൺ ചെയ്യിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും? അപ്പോ എന്നോട് ചോദിച്ചിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട് ആണ്. എന്തിന്റെ ബേസിലാണ് ചോദിച്ചിരിക്കുന്നത്? മീഥെയിന്റെ ബേസിൽ. എന്നോട് ചോദിച്ചിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട് ആണ്. എന്തിന്റെ ബേസിലാണ് ചോദിച്ചിരിക്കുന്നത്? മീഥെയിന്റെ ബേസിൽ. ഓക്കെ, എൻ്റെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഡാറ്റ ഇതാണ്, എൻ്റെ മീഥെയിന്റെയും ഡാറ്റ ഇതാണ്. അതായത് 16 ഗ്രാം മീഥെയിൻ ഞാൻ കമ്പഷൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. അങ്ങനെയാണെങ്കിൽ 32 ഗ്രാം മീഥെയിൻ കമ്പഷൻ ചെയ്താൽ എത്ര കിട്ടും? ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. 16 44 ആണെങ്കിൽ 32 എത്ര? അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 32 into 44 divided by 16. മീഥെയിനും കാർബൺ ഡൈ ഓക്സൈഡും മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ, കാരണം മീഥെയിന്റെ എമൗണ്ട് തന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എമൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 38 into 44 divided by 16 കട്ട് ചെയ്താൽ 2. സോ ആൻസർ 88 ഗ്രാം. അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കണ്ടാൽ ചിലതൊക്കെ മനസ്സിലാവും. ഇത് 16 32 എന്ന് വെച്ചാൽ ഡബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ 44ന്റെ ഡബിൾ ആയിരിക്കും ആൻസർ 88. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ മാത്രമേ ചോദിക്കാറുള്ളൂ. ഇനി അതല്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഓപ്ഷൻസ് നിന്ന് നിങ്ങൾക്ക് ഉത്തരം എടുക്കാവുന്നതാണ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ റിയാക്ടന്റ് മാറ്റി പ്രൊഡക്റ്റ് മാറ്റി. എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 32 ഗ്രാം ഓക്സിജൻ ഉണ്ടെങ്കിൽ എത്ര ഗ്രാം വാട്ടർ കിട്ടും? മീഥെയിന്റെ കമ്പഷനിൽ എനിക്ക് 32 ഗ്രാം ഓക്സിജൻ ആണുള്ളതെങ്കിൽ എത്ര ഗ്രാം വാട്ടർ കിട്ടും? അപ്പൊ ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ ഇവിടെ ഗ്രാം എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്സിജന്റെ കേസിൽ 64 ഗ്രാം ആണ്, വാട്ടറിന്റെ കേസിൽ 36 ഗ്രാം ആണ്. അപ്പോൾ എന്നോട് ചോദിച്ചിരിക്കുന്നത് വാട്ടറിന്റെ എമൗണ്ട് ആണ്. എന്തിന്റെ ബേസിലാന്ന് വെച്ചാൽ ഓക്സിജന്റെ ബേസിൽ. ഓക്കെ, 36 ഗ്രാം വാട്ടർ കിട്ടണമെങ്കിൽ 64 ഗ്രാം ഓക്സിജൻ വേണം. അപ്പൊ 32 ഗ്രാം ഓക്സിജനേ ഉള്ളൂവെങ്കിൽ എത്ര വാട്ടർ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. 32 into 36 divided by 64. ഓക്കെ, സോ ആൻസർ 18 അല്ലെ? ഇത് ഡിവൈഡ് ചെയ്താൽ 2 വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ ഞാൻ പറഞ്ഞു, ഒന്നും കൂടെ നിങ്ങളൊന്ന് ഡാറ്റയിലേക്ക് ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ 64 32 എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതിയാണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ 36ന്റെ പകുതി 18 ആയിരിക്കും. ഞാൻ നൈട്രജന്റെയും ഹൈഡ്രജന്റെയും കേസും കൂടെ ഒന്ന് പറഞ്ഞുതരാം. N2 plus 3H2 gives 2NH3. മൂന്ന് മോള് നൈട്രജൻ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എത്ര മോള് അമോണിയ പ്രൊഡ്യൂസ് ചെയ്യും? മോളിന്റെ ബേസിലാണ് ഞാൻ ചോദിച്ചേക്കുന്നത്. 3 മോള് നൈട്രജൻ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ എക്സസ് ഹൈഡ്രജൻ ഉണ്ട്, ഇഷ്ടം പോലെ ഹൈഡ്രജൻ ഉണ്ട്. സോ ആ ഹൈഡ്രജനിലേക്ക് ഞാൻ 3 മോള് നൈട്രജൻ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര അമോണിയ ഫോം ചെയ്യും?
എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഹൈഡ്രജൻ ഉണ്ട്. ഞാൻ അതിലേക്ക് 3 മോൾ നൈട്രജൻ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര അമോണിയ ഫോം ചെയ്യും? അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. മോളിന്റെ ബേസിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 1 മോള് നൈട്രജൻ 3 മോള് ഹൈഡ്രജനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ 2 മോള് അമോണിയ കിട്ടും. ഓക്കെ, 1 മോള് നൈട്രജൻ 3 മോള് ഹൈഡ്രജനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ 2 മോള് അമോണിയ കിട്ടും. അപ്പോൾ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എമൗണ്ട് ഓഫ് അമോണിയ ബേസ്ഡ് ഓൺ നൈട്രജൻ. അപ്പോൾ ഞാൻ അമോണിയനെയും നൈട്രജനെയും മാത്രം കൺസിഡർ ചെയ്താൽ മതി. 2 മോൾ അമോണിയയ്ക്ക് 1 മോൾ നൈട്രജൻ, അല്ലെങ്കിൽ 1 മോൾ നൈട്രജൻ എടുക്കുകയാണെങ്കിൽ 2 മോൾ അമോണിയ. പിന്നെ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 3 മോൾ നൈട്രജൻ ഉണ്ടെങ്കിൽ എത്ര അമോണിയ കിട്ടുന്നതാണ്. 1ന് 2 ആണെങ്കിൽ 3ന് 6. റെഡി അല്ലേ? അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 2 ഡിവൈഡഡ് ബൈ 1. ഓക്കെ അല്ലേ? ഒരു കൺസെപ്റ്റ് കിട്ടി വിചാരിക്കുന്ന. സ്റ്റോഷിയോമെട്രിയും അതേപോലെ തന്നെ മോൾസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ given mass divided by atomic mass. So stoichiometry la or question aanu, the mass of oxygen required to react completely with 1.25 gram hydrogen to form water. ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന എലമെന്റ് മാത്രമേ ഉള്ളൂ, ഹൈഡ്രജനും ഓക്സിജൻ. The mass of oxygen required to react completely with 1.25 gram hydrogen to form water. Options are A 32 gram, B 10 gram, C 8 gram, D 3.25 gram. ഈ ക്വസ്റ്റ്യനിൽ വെറുതെ ഗ്രാം ഓഫ് ഓക്സിജൻ അല്ല ചോദിച്ചേക്കുന്നത്. ഇവിടെ റിയാക്ഷൻ പറയുന്നുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. മാസ് ഓഫ് ഓക്സിജൻ റിക്വയർഡ് റിയാക്ട് ആരുമായിട്ട്, ഹൈഡ്രജനുമായിട്ട്, ടു ഫോം വാട്ടർ. എല്ലാ ഹിന്റും ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അതിന്റെ റിയാക്ടൻസ് എന്ന് പറയുന്നത് ഓക്സിജനുമാണ് ഹൈഡ്രജനുമാണ്. ടു ഫോം വാട്ടർ, എന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് റിയാക്ടന്റും പ്രൊഡക്റ്റും മനസ്സിലാവുന്നതേ ഉള്ളൂ. ഓക്സിജൻ റിയാക്ട് വിത്ത് ഹൈഡ്രജൻ ഫോം വാട്ടർ. അപ്പോൾ എൻ്റെ റിയാക്ടന്റിൽ ആരൊക്കെയുണ്ട്? ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. എൻ്റെ പ്രൊഡക്റ്റിൽ ആരുണ്ട്? വാട്ടറും ഉണ്ട്. ഇതാണ് എൻ്റെ റിയാക്ഷൻ. ഹൈഡ്രജനും ഓക്സിജനും നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ ഉണ്ടാവും. ഇനി ഞാൻ പറഞ്ഞു ബാലൻസ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ എയിം. നിങ്ങൾക്ക് 2 രീതിയിൽ ബാലൻസ് ചെയ്യാം. ഓക്സിജനെ ഡയറക്റ്റ് ബാലൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇത് ചെയ്താൽ മതി. H2 plus R42 gives H2O. ഞാൻ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു ഓക്സിജൻ ആണുള്ളത്. എനിക്കപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ഓക്സിജൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ R42. ഞാൻ ഈ H2O2 എന്ന് എഴുതുന്നതിന്റെ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞു. ഹൈഡ്രജൻ ഡയറ്റോമിക് ആണ്. അപ്പോൾ ഹൈഡ്രജന്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് H2 ആണ്. അതേപോലെ ഓക്സിജന്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് O2 ആണ്. അപ്പൊ ഞാൻ റിയാക്ഷൻ എഴുതുമ്പോൾ ഞാൻ എഴുതാറ് H2 plus O2 എന്നാണ്. ബാലൻസ് ചെയ്യുമ്പോൾ H2 plus R42 എഴുതാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് 2H2 plus O2 gives 2H2 എഴുതാം. എന്റെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ 1.25 gram ഹൈഡ്രജൻ ഉണ്ട്, മാസ് ഓഫ് ഓക്സിജൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലാണ് റിലേഷൻ, അല്ലാതെ വാട്ടറിലേക്ക് എൻ്റെ ക്വസ്റ്റ്യൻ പോയിട്ടില്ല. ഓക്കെ, ഹൈഡ്രജനും ഓക്സിജനും തമ്മിലാണ് റിലേഷൻ. അപ്പോൾ 2 മോള് ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹൈഡ്രജന്റെ മാസ് 2 ഹൈഡ്രജൻ ആണെങ്കിൽ 2 × 2 4 gram. ദെൻ ഓക്സിജൻ 32 gram. ഓക്കെ, 4 gram ഹൈഡ്രജന് 32 gram. ഇങ്ങനെയാണെങ്കിൽ 1.25ന് എത്ര വേണം എന്നാണ് ക്വസ്റ്റ്യൻ. 4 ഗ്രാമിന് 32 ആണെങ്കിൽ 1.25ന് എത്ര വേണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൽ കുറച്ചും കൂടെ എഫിഷ്യന്റ് ആണെങ്കിൽ ഇത് 4നെ 32 വെക്കാൻ 8 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 1.25നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്.
അതല്ല എങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1.25 into 32 ഡിവൈഡഡ് ബൈ ആരെ വെച്ച് ഡിവൈഡ് ചെയ്യാം? 4. അപ്പോൾ ഇത് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 8 കിട്ടും. 32/4. സോ 8 into 1 8, 8 into 4 2. സോ ആൻസർ 10 ഗ്രാം. റെഡി അല്ലേ? സോ ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഓക്സിജന്റെ എമൗണ്ട് ആണ്. ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? ഹൈഡ്രജനുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓക്സിജനും ഹൈഡ്രജനും ആണ് എൻ്റെ റിയാക്റ്റന്റ്, വാട്ടർ ആണ് എൻ്റെ പ്രൊഡക്റ്റ്. ഹൈഡ്രജനും ഓക്സിജനും അല്ലെങ്കിൽ ഓക്സിജനും ഹൈഡ്രജനുമാണ് എൻ്റെ റിയാക്റ്റന്റ്, വാട്ടർ ആണ് എൻ്റെ പ്രൊഡക്റ്റ്. സോ ഞാൻ റിയാക്റ്റന്റ് സൈഡിൽ ഹൈഡ്രജനും ഓക്സിജനും എഴുതി, പ്രൊഡക്റ്റ് സൈഡിൽ ഞാൻ എന്ത് എഴുതി? വാട്ടർ എഴുതി. ഞാൻ റിയാക്ഷൻ ബാലൻസ് ചെയ്തു. ഇനി എൻ്റെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഓക്സിജന്റെ എമൗണ്ട് ബേസ്ഡ് ഓൺ ഹൈഡ്രജന്റെ എമൗണ്ട്. ഓക്കെ, ഓക്സിജന്റെ എമൗണ്ട് ബേസ്ഡ് ഓൺ ഹൈഡ്രജന്റെ എമൗണ്ട്. സോ ഞാൻ ഓക്സിജനെയും ഹൈഡ്രജനെയും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, വാട്ടറിനെ അങ്ങോട്ടേക്ക് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഫസ്റ്റ് അത് കോൺസെൻട്രേറ്റ് ചെയ്യണം. കാരണം എന്താ? എനിക്ക് ബാലൻസ്ഡ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടേ ഞാൻ സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. എൻ്റെ ബാലൻസ്ഡ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമേ ഞാൻ സ്റ്റോഷിയോമെട്രിക് ബാലൻസിലേക്ക് പോകാൻ പാടുള്ളൂ. അതുകൊണ്ട് തുടക്കത്തിൽ ഞാൻ വാട്ടറിന് വെച്ച് റിയാക്ഷൻസ് എഴുതണം. ഇനി എൻ്റെ കാൽക്കുലേഷൻസിലേക്ക് വരുമ്പോൾ വാട്ടറിന്റെ സൈഡിലേക്ക് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഹൈഡ്രജന്റെ എമൗണ്ട് തന്നിട്ട് ഓക്സിജന്റെ എമൗണ്ട് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എൻ്റെ ബാലൻസ്ഡ് ഇക്വേഷനിൽ ഹൈഡ്രജന്റെ എമൗണ്ട് എന്ന് പറയുമ്പോൾ 2H2 4 ഗ്രാം, ഓക്സിജന്റെ എമൗണ്ട് എന്ന് പറയുമ്പോൾ 32 ഗ്രാം. ഓക്കെ, അപ്പോൾ 4 ഗ്രാം ഹൈഡ്രജൻ, 32 ഗ്രാം ഓക്സിജൻ, ഇതാണ് എൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. അതായത് 4 ഗ്രാം ഹൈഡ്രജൻ റിയാക്ട് ചെയ്യണമെങ്കിൽ എനിക്ക് 32 ഗ്രാം എന്ത് വേണം? ഓക്സിജൻ വേണം. 4 ഗ്രാം ഹൈഡ്രജൻ റിയാക്ട് ചെയ്യണമെങ്കിൽ 32 ഗ്രാം ഓക്സിജൻ വേണം. അപ്പോൾ 1.25 ഗ്രാം ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ എത്ര ഓക്സിജൻ എന്നാണ് ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക? 1.25നെ 32 കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ 4. സോ ആൻസർ 8 into 1.25 10 ഗ്രാം. ഇനി ഇതിൽ ഒരു ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഒന്ന് ലിമിറ്റിംഗ് റിയാക്റ്റന്റ്, വേറൊന്ന് എക്സസ് റിയാക്റ്റന്റ്. ലിമിറ്റിംഗ് റിയാക്റ്റന്റും എക്സസ് റിയാക്റ്റന്റും അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം സ്റ്റോഷിയോമെട്രീനെ പറ്റിയിട്ട് ഒരു ബേസ് ഉണ്ടാവണം. അതിനാണ് ഞാൻ സ്റ്റോഷിയോമെട്രി പറഞ്ഞത്. ലിമിറ്റിംഗ് റിയാക്റ്റന്റ് എക്സസ് റിയാക്റ്റന്റും പറഞ്ഞതിന് മുന്നേ സ്റ്റോഷിയോമെട്രീനെ പറ്റിയൊരു ഐഡിയ ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റോഷിയോമെട്രി ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇനി ലിമിറ്റിംഗ് റിയാക്റ്ററിലേക്ക് ഞാൻ നമുക്കറിയാവുന്ന ഇക്വേഷൻസിലേക്ക് പോവാം. N2 + H2 gives അമോണിയ. അപ്പോൾ ബാലൻസ് ചെയ്യുകയാണെങ്കിൽ 2NH3 3H2, N2 + 3H2 gives 2NH3. ഇതിന്റെ സ്റ്റോഷിയോമെട്രിയിൽ ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. 1 മോള് നൈട്രജനും 3 മോള് ഹൈഡ്രജനും കൊടുക്കുകയാണെങ്കിൽ എനിക്ക് 2 മോള് അമോണിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ കൊടുക്കുന്നത്, ഞാൻ റിയാക്ടറിലേക്ക് ഇപ്പോൾ എൻ്റെ ഇൻഡസ്ട്രീസിൽ ബൾക്കായിട്ട് എനിക്ക് അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ 1 മോള് നൈട്രജനും 3 മോള് ഹൈഡ്രജനും കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുകയൊന്നുമില്ല. കിട്ടിയ നൈട്രജനും കിട്ടിയ ഹൈഡ്രജനും വെച്ച് ഒരു ഏകദേശം ഒരു ഫ്ലോ റേറ്റിൽ അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ഹൈഡ്രജന്റെ ഫ്ലോ റേറ്റ് ആയിരിക്കും കുറച്ച് കൂടുതൽ തന്നെയാണ്. അപ്പോൾ 1:3 അതിൻ്റെ ഉള്ളിൽ റിയാക്ഷൻ നടക്കണേയുള്ളൂ. അല്ലാതെ ഞാൻ 1 മോള് നൈട്രജൻ കയറുന്നുണ്ടോന്നോ അല്ലെങ്കിൽ 3 മോള് ഹൈഡ്രജൻ അതിനനുസരിച്ച് കയറുന്നുണ്ടോന്നല്ല നമ്മൾ നോക്കുക. നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ രണ്ടിനെയും ഫ്ലോ റേറ്റ്, റിയാക്ടറിലേക്കുള്ള ഫ്ലോ റേറ്റ് നോക്കും. അപ്പോൾ ഇത് ഏകദേശം ഇത് കുറച്ച് കൂടുതൽ കയറുന്നുണ്ടോ എന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ 1:3 റേഷ്യോയില് എന്ത് നടക്കുന്നുള്ളൂ? റിയാക്ഷൻ നടക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞതിൻ്റെ എയിം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ കൊടുത്തപ്പോൾ 2 മോള് നൈട്രജനും 3 മോള് ഹൈഡ്രജനുമായി എൻ്റെ റിയാക്ടറിലേക്ക് കയറി. 2 മോള് നൈട്രജനും 3 മോള് ഹൈഡ്രജനുമാണ് എൻ്റെ റിയാക്ടറിലേക്ക് കയറിയത്. അപ്പോൾ എത്ര അമോണിയ ഉണ്ടായെന്ന് വെച്ചാൽ 2 മോള് അമോണിയ തന്നെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതായത് 3 മോള് ഹൈഡ്രജൻ റിയാക്ട് ചെയ്യണമെങ്കിൽ ആരെ ആവശ്യമുള്ളൂ? 1 മോൾ നൈട്രജനെ ആവശ്യമുള്ളൂ. ഞാൻ നൈട്രജൻ എത്ര കൂട്ടി കൊടുത്താലും ആ നൈട്രജൻ അതേപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങി വരും. 1 മോള് നൈട്രജൻ അതേപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങി വരും.
അതായത് എൻ്റെ ഹൈഡ്രജൻ തീരണ വരെ എന്ത് ഫോം ചെയ്യും? അമോണിയ ഫോം ചെയ്യും. ഹൈഡ്രജൻ തീർന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള നൈട്രജൻ അതേപോലെ തന്നെ പുറത്തേക്ക് വരും. കാരണം റിയാക്ഷൻ നടക്കണമെങ്കിൽ എൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റോഷിയോമെട്രിക് എസ്പെക്ട് ഇതാണ്. 1 മോള് നൈട്രജന് 3 മോള് ഹൈഡ്രജൻ വേണം. അപ്പോൾ 1 മോള് നൈട്രജന് കറസ്പോണ്ടിങ് ആയിട്ട് 3 മോള് ഹൈഡ്രജൻ റിയാക്ട് ചെയ്ത് തീർന്നിട്ടുണ്ട്. ബാക്കിയുള്ള 1 മോൾ നൈട്രജൻ റിയാക്ട് ചെയ്യാൻ ആരില്ല? ഹൈഡ്രജൻ ഇല്ല. അപ്പൊ ആ 1 മോൾ നൈട്രജൻ അതേപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയത്. ഇനി ഞാൻ തിരിച്ചു പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ 1 മോള് നൈട്രജനും ഉണ്ട്, 5 മോള് ഹൈഡ്രജനും ഉണ്ട്. ഇപ്പോൾ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്ന നോക്കുകയാണെങ്കിൽ 1 മോള് നൈട്രജന് എത്ര ഹൈഡ്രജൻ മതി? 3 മോള് ഹൈഡ്രജൻ മതി. അപ്പോൾ 1 മോള് നൈട്രജനും 3 മോള് ഹൈഡ്രജനും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ 2 മോൾ അമോണിയ കിട്ടും. ഓക്കെ, അപ്പോൾ 1 മോൾ നൈട്രജനും റിയാക്ട് ചെയ്ത് തീർന്ന് 3 മോൾ ഹൈഡ്രജനും റിയാക്ട് ചെയ്ത് തീർന്നു. ബാക്കി അപ്പോൾ എത്രയുണ്ട്? 2 മോൾ ഹൈഡ്രജൻ ഉണ്ട്. അത് അതേപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങി വരും. കാരണം ഹൈഡ്രജന് റിയാക്ട് ചെയ്യാൻ ആരില്ല ഇവിടെ? നൈട്രജൻ ഇല്ല. അപ്പോൾ നമ്മൾ ഏതാണോ കൂടുതലുള്ളത് അല്ലെങ്കിൽ ഏതാണോ പുറത്തേക്ക് റിയാക്ട് ചെയ്യാതെ വരുന്നത് അതിനെ നമ്മൾ പറയുന്നതാണ് എക്സസ് റിയാക്റ്റന്റ്. ഏതാണോ പെട്ടെന്ന് കത്തിത്തീരുന്നത് അല്ലെങ്കിൽ റിയാക്ട് ചെയ്ത് തീരുന്നത് അതിന് പറയുന്നതാണ് ലിമിറ്റിംഗ് റിയാക്റ്റന്റ്. ദ റിയാക്റ്റന്റ് വിച്ച് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി റിയാക്റ്റഡ് ഡ്യൂറിങ് ദി റിയാക്ഷൻ. ദ റിയാക്റ്റന്റ് വിച്ച് ഈസ് ഇൻ എക്സസ് ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് ദി റിയാക്ഷൻ. ഓക്കെ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ഒരു എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ 2 മോള് നൈട്രജനും 3 മോള് ഹൈഡ്രജനും തമ്മിൽ റിയാക്ട് ചെയ്തപ്പോൾ എനിക്ക് 2 മോൾ അമോണിയ കിട്ടി. അതിൽ 1 മോള് നൈട്രജൻ എക്സ്ട്രാ പുറത്തേക്ക് വന്നു. അപ്പോൾ ഇവിടെ എക്സസ് റിയാക്റ്റന്റ് എന്ന് പറയുന്നത് ആരാണ്? നൈട്രജൻ ആണ്. ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത് ആരായിരിക്കും? ഹൈഡ്രജൻ ആണ്. കാരണം ഹൈഡ്രജൻ കത്തി തീരണ വരെ അല്ലെങ്കിൽ ഹൈഡ്രജൻ റിയാക്ട് ചെയ്ത് തീരണ വരെ എനിക്ക് ആരെ കിട്ടും? അമോണിയനെ കിട്ടും. ഹൈഡ്രജൻ തീർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ആരെ കിട്ടുന്നില്ല? അമോണിയനെ കിട്ടുന്നില്ല. എൻ്റെ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്തു. കാരണം എൻ്റെ ഒരു റിയാക്റ്റന്റ് തീർന്നു. അപ്പോൾ ഏറ്റവും ആദ്യം തീരുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് തീരുന്ന റിയാക്റ്റന്റിനെ പറയുന്ന പേരാണ് ലിമിറ്റിംഗ് റിയാക്റ്റന്റ്. സോ റിയാക്ഷൻ കഴിഞ്ഞിട്ടും എക്സ്ട്രാ ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് എക്സസ് റിയാക്റ്റന്റ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. 2 റിയാക്റ്റന്റെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ലിമിറ്റിംഗ് എക്സസും പറയേണ്ട കാര്യമില്ല. ഒരു റിയാക്റ്റന്റ് മാത്രമാണെങ്കിൽ എനിക്ക് ലിമിറ്റിംഗ് എക്സസും പറയേണ്ട കാര്യമില്ല, അല്ലേ? 2 റിയാക്റ്റന്റ് ഉണ്ടെങ്കിൽ ഒന്ന് ലിമിറ്റിംഗ് ആണെന്നും മറ്റേത് എക്സസ് ആണെന്നും എനിക്ക് പറയേണ്ട കാര്യമില്ല. അപ്പോൾ കാൽസ്യം കാർബണേറ്റ് ഗീവ്സ് കാൽസ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. ആ ക്വസ്റ്റ്യനിൽ എനിക്ക് ലിമിറ്റിംഗ് റിയാക്റ്റന്റ് എക്സസ് റിയാക്റ്റന്റും പറയേണ്ട കാര്യമില്ല. കാരണം എൻ്റെ കാൽസ്യം കാർബണേറ്റ് ആണ് എൻ്റെ റിയാക്റ്റന്റ്. ഓക്കെ, അപ്പോൾ ഒന്ന് കൂടുതൽ റിയാക്റ്റന്റ് ഉള്ള കേസിൽ എനിക്ക് ആര് നോക്കിയാൽ മതി? ലിമിറ്റിംഗ് റിയാക്റ്റന്റിനെയും എക്സസ് റിയാക്റ്റന്റിനെയും നോക്കിയാൽ മതി. സോ ഞാൻ രണ്ടാമത്തെ റിയാക്ഷൻസിലേക്ക് വരാം. രണ്ടാമത്തെ ഡാറ്റ നോക്കുക. ഇതേ സെയിം റിയാക്ഷനിൽ രണ്ടാമത്തെ ഡാറ്റ നോക്കിയാൽ മതി. ഞാൻ 5 മോള് ഹൈഡ്രജനും അതേപോലെ 1 മോള് നൈട്രജനുമാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ അല്ലേ? 5 മോള് ഹൈഡ്രജനും അതേപോലെ 1 മോള് നൈട്രജനുമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എനിക്ക് 2 മോൾ അമോണിയ കിട്ടി. എക്സസ് ആയിട്ട് ആര് പുറത്തേക്ക് വന്നു? ഹൈഡ്രജൻ പുറത്തേക്ക് വന്നു. അപ്പോൾ ഹൈഡ്രജനെ എനിക്ക് എന്ത് പറയാം? എക്സസ് റിയാക്റ്റന്റ് എന്ന് പറയാം. നൈട്രജനെ എനിക്ക് എന്ത് പറയാം? ലിമിറ്റിംഗ് റിയാക്റ്റന്റ് എന്ന് പറയാം. ഹൈഡ്രജന് എക്സസ് റിയാക്റ്റന്റ് ആണ്, നൈട്രജന് ലിമിറ്റിംഗ് റിയാക്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ ലിമിറ്റിംഗ് റിയാക്റ്റന്റും എക്സസ് റിയാക്റ്റന്റും ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ലിമിറ്റിംഗ് റിയാക്റ്റന്റും എക്സസ് റിയാക്റ്റന്റും ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ എനിക്ക് ബേസിക്കലി ആദ്യം എന്ത് അറിഞ്ഞിരിക്കണം? നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത് എന്ന് വെച്ചാൽ എൻ്റെ റിയാക്റ്റൻസ് തമ്മിൽ ഏത് റേഷ്യോയിലാണ് റിയാക്ഷൻ നടക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. 1:3 റേഷ്യോയിലാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ 2 എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് വരണം? 6 വരണം. അപ്പോൾ ഹൈഡ്രജൻ എമൗണ്ട് കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ ആണ് ഫസ്റ്റ് റിയാക്ട് ചെയ്ത് തീരുക. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ ആണ് ലിമിറ്റിംഗ്. ദെൻ 1 എടുക്കുകയാണെങ്കിൽ 3 മതി. അപ്പോൾ ഇവിടെ 5 ഉണ്ട് എന്ന് വെച്ചാൽ ഹൈഡ്രജൻ എമൗണ്ട് എന്താണ്? കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ ആണ് എക്സസ് റിയാക്റ്റന്റ്. സോ ലിമിറ്റിംഗ് റിയാക്റ്റന്റും എക്സസ് റിയാക്റ്റന്റും പലർക്കും ഇപ്പോഴും എന്താണെന്ന് അറിയാത്തൊരു കേസാണ്. ഈ ലിമിറ്റിങ്ങിൽ തന്നെയുണ്ട് എൻ്റെ റിയാക്ഷനെ ലിമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ റിയാക്ഷനിൽ ഫസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന
അല്ലെങ്കിൽ എൻ്റെ റിയാക്ഷനിൽ ഫസ്റ്റ് റിയാക്ട് ചെയ്ത് തീരുന്ന റിയാക്റ്റന്റിനെ പറയുന്നതാണ് ലിമിറ്റിംഗ് റിയാക്റ്റന്റ്. എൻ്റെ ഫസ്റ്റ് റിയാക്ട് ചെയ്ത് തീരുന്ന അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുന്ന റിയാക്റ്റന്റിന് പറയുന്നതാണ് ലിമിറ്റിംഗ് റിയാക്റ്റന്റ്. സോ റിയാക്ഷൻ കഴിഞ്ഞിട്ട് എനിക്ക് എക്സസ് ആയിട്ട് നിൽക്കുന്നതാണ് എക്സസ് റിയാക്റ്റന്റ്. അപ്പോൾ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ റിയാക്ട് ചെയ്തു, അമോണിയ ഫോം ചെയ്തു. നൈട്രജൻ ലിമിറ്റിംഗ് റിയേജന്റ് ആണ്, ഹൈഡ്രജൻ എക്സസ് റിയേജന്റ് ആണ്. അപ്പോൾ അമോണിയന്റെ എമൗണ്ട് ആരുടെ ബേസിലായിരിക്കും ഉണ്ടാകുക? നൈട്രജന്റെ ബേസിലായിരിക്കുമോ ഹൈഡ്രജന്റെ ബേസിലായിരിക്കുമോ? എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. എൻ്റെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ അമോണിയ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ നൈട്രജൻ ലിമിറ്റിംഗ് റിയേജന്റ് ആണ്, ഹൈഡ്രജൻ എക്സസ് റിയേജന്റ് ആണ്. അപ്പോൾ എമൗണ്ട് ഓഫ് അമോണിയ ഫോം ചെയ്തത് ലിമിറ്റിംഗ് റിയേജന്റിന്റെ ബേസിലായിരിക്കും, എക്സസ് റിയേജന്റിന്റെ ബേസിലായിരിക്കും, അതോ രണ്ടിന്റെയും ബേസിലായിരിക്കും? ഇതിന്റെ ലിമിറ്റിംഗ് റിയേജന്റിന്റെ ഡെഫിനേഷൻ അല്ലെങ്കിൽ ലിമിറ്റിംഗ് റിയാക്റ്റന്റിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും ആദ്യം കത്തിത്തീരുന്നത്, അല്ലെ? അല്ലെങ്കിൽ ഇതാണ് ഏറ്റവും ആദ്യം റിയാക്ട് ചെയ്ത് തീരുന്നത്. അപ്പൊ ഇത് റിയാക്ട് ചെയ്ത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്തില്ല? റിയാക്ഷൻ ഇല്ല. ഇത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തില്ല? റിയാക്ഷൻ ഇല്ല. അപ്പോ മൊത്തത്തിൽ റിയാക്ട് ചെയ്തത് ആര് മാത്രമാണ്? ലിമിറ്റിംഗ് റിയേജന്റ് മാത്രമാണ്. അപ്പോ എൻ്റെ പ്രൊഡക്റ്റ് ഫോം ചെയ്തത് ആരുടെ ബേസിലായിരിക്കും? ലിമിറ്റിംഗ് റിയേജന്റിന്റെ ബേസിലായിരിക്കും. ഒരിക്കലും എക്സസ് റിയേജന്റിന്റെ ബേസിൽ വരില്ല, കാരണം ഇത് എക്സ്ട്രാ ഉള്ളതാണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് പ്രൊഡക്റ്റിന്റെ എമൗണ്ട് പറയാൻ പറ്റില്ല. എന്തിന്റെ ബേസിലെ എനിക്ക് പ്രൊഡക്റ്റിന്റെ എമൗണ്ട് പറയാൻ പറ്റുള്ളൂ? എപ്പോഴും ലിമിറ്റിംഗ് റിയേജന്റിന്റെ ബേസിലെ എനിക്ക് പ്രൊഡക്റ്റിന്റെ എമൗണ്ട് പറയാൻ പറ്റുള്ളൂ. കാരണം ലിമിറ്റിംഗ് റിയേജന്റ് ആണ് എൻ്റെ റിയാക്ഷനെ ലിമിറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എൻ്റെ റിയാക്റ്റന്റ് കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് തീരുന്നത് ആര് മാത്രമാണ്, അല്ലെങ്കിൽ കൺസ്യൂം ചെയ്ത് തീരുന്നത് ആര് മാത്രമാണ്? ലിമിറ്റിംഗ് റിയാക്റ്റന്റ് ആയിട്ട് വരുന്ന സബ്സ്റ്റൻസ് മാത്രമാണ്. അപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് എപ്പോഴും എന്തിന്റെ ബേസിലായിരിക്കണം? ലിമിറ്റിംഗ് റിയാക്റ്റന്റിന്റെ ബേസിലായിരിക്കണം ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എമൗണ്ട് ഓഫ് അമോണിയ ചോദിക്കുകയാണെങ്കിൽ എന്തിന്റെ ബേസിലായിരിക്കണം? എൻ്റെ ലിമിറ്റിംഗ് റിയേജന്റിന്റെ ബേസിലായിരിക്കണം. ഇവിടെ ഞാൻ ലിമിറ്റിംഗ് റിയേജന്റ് നൈട്രജൻ ആണെങ്കിൽ നൈട്രജന്റെ ബേസിൽ വേണം അമോണിയ കണ്ടുപിടിക്കാൻ. ഹൈഡ്രജൻ ആണ് ലിമിറ്റിംഗ് റിയേജന്റ് എങ്കിൽ ഹൈഡ്രജന്റെ ബേസിൽ വേണം അമോണിയ കണ്ടുപിടിക്കാൻ. അപ്പോൾ ലിമിറ്റിംഗ് റിയേജന്റ് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. അതല്ല എങ്കിൽ എത്ര എക്സസ് എമൗണ്ട് ഉണ്ട് എന്നുള്ളതാണ് വേറൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഞാൻ ഡാറ്റേഴ്സ് പറയുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ നോക്കുകയാണെങ്കിൽ മാസിലേക്ക് വരാം. ഞാൻ മോൾസ് മാറ്റി പിടിച്ച് മാസിലേക്ക് വരികയാണെങ്കിൽ ഇത് 28 ഗ്രാം, ഇത് 6 ഗ്രാം, ഇത് 34 ഗ്രാം. എൻ്റെ ക്വസ്റ്റ്യനിൽ തരാം N2 + 3H2 gives 2NH3. എൻ്റെ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ എഴുതേണ്ടതാണ്. നൈട്രജൻ 28 ഗ്രാം, 3 ഹൈഡ്രജൻ ഉണ്ട് 6 ഗ്രാം, അമോണിയ ഉണ്ട് 34 ഗ്രാം. ഓക്കെ, ഇനി എൻ്റെ റിയാക്ടറിലേക്ക് ഞാൻ 56 ഗ്രാം നൈട്രജനും കൊടുക്കുന്നുണ്ട്, 6 ഗ്രാം ഹൈഡ്രജനും കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ലിമിറ്റിംഗ് റിയേജന്റ്? ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. എൻ്റെ റിയാക്ടറിലേക്ക് ഞാൻ 56 ഗ്രാം നൈട്രജൻ കൊടുക്കുന്നുണ്ട്, 6 ഗ്രാം ഹൈഡ്രജൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ലിമിറ്റിംഗ് റിയേജന്റ്? ഞാൻ മോൾസ് മാറ്റി മാസിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ മാസിലേക്ക് പോയാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മാസിലേക്ക് അങ്ങ് പോയാൽ മതി. പിന്നെ മോളും മാസും തമ്മിൽ കമ്പൈൻ ചെയ്ത് കളിക്കുന്നു. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതാണ് 6 ഗ്രാം ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ 28 ഗ്രാം നൈട്രജൻ വേണം. ഓക്കെ, 6 ഗ്രാം ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ 28 ഗ്രാം ഹൈഡ്രജൻ വേണം. അപ്പോൾ ഇവിടെ 6 ഗ്രാം ഹൈഡ്രജൻ ആണ് ഞാൻ റിയാക്ടറിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എത്ര ഗ്രാം നൈട്രജൻ മതി? 28 ഗ്രാം നൈട്രജൻ മതി. എൻ്റെ കയ്യിൽ എത്രയുണ്ട്? ഞാൻ റിയാക്ടറിലേക്ക് കൊടുത്തത് എത്രയുണ്ട്? 56 ഗ്രാം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നൈട്രജൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും ലിമിറ്റിംഗ് റിയേജന്റ്. ഓക്കെ, ഏറ്റവും ആദ്യം റിയാക്ട് ചെയ്ത് തീരുന്നത് ലിമിറ്റിംഗ് റിയേജന്റ്. ഞാൻ വീണ്ടും ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി പിടിക്കുകയാണ്. എൻ്റെ കയ്യിൽ 28 ഗ്രാം നൈട്രജൻ ഉണ്ട്, വേണ്ട 56 ഗ്രാം നൈട്രജൻ ഉണ്ട്.
24 ഗ്രാം ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ 6 ഗ്രാമിന് രണ്ട് രീതിയിലും നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡും കൂടെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. 28 ഗ്രാമിന് 6 ഗ്രാം, ഇങ്ങനെയാണെങ്കിൽ 56 ഗ്രാമിന് എത്ര? അപ്പോൾ 28 ഗ്രാം നൈട്രജൻ കംപ്ലീറ്റ് റിയാക്ട് ചെയ്യണമെങ്കിൽ എനിക്ക് 6 ഗ്രാം ഹൈഡ്രജൻ മതി. 56 ഗ്രാം നൈട്രജന് എത്ര വേണം? 28-ന് 6 ആണെങ്കിൽ 56-ന് 12 ഗ്രാം ഹൈഡ്രജൻ മതി. എൻ്റെ കയ്യിൽ എത്രയുണ്ട്? 24 ഗ്രാം ഹൈഡ്രജൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഇതെന്താണ്? കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റിംഗ് റിയേജന്റ് ആരായിരിക്കും? നൈട്രജൻ ആയിരിക്കും. ഓക്കെ അല്ലേ? സോ ഞാനിന്ന് ഈ ലിമിറ്റിംഗ് റിയേജന്റ് വരെ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ എയിം ഉണ്ടായിരുന്നത്. ഞാൻ തുടങ്ങിയത് എൻ്റെ റിയാക്ഷനും അതേപോലെ തന്നെ റിയാക്റ്റന്റ്, പ്രൊഡക്റ്റ്, ദെൻ എൻ്റെ മോൾ കൺസെപ്റ്റ് ഞാൻ കൊണ്ടുവന്നു. കാരണം എൻ്റെ മോൾസ് എൻ്റെ കെമിക്കൽ റിയാക്ഷനിൽ അല്ലെങ്കിൽ റിയാക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്. അപ്പോൾ മോൾസിൻ്റെ ഞാൻ ഡെഫിനേഷൻ പറഞ്ഞു. 12 ഗ്രാം കാർബൺ എടുക്കുമ്പോൾ, ഏത് കാർബണാന്ന് വെച്ചാൽ കാർബൺ 12 എടുക്കുമ്പോൾ അതിൽ അവഗാഡ്രോ നമ്പർ ആറ്റംസ് ഉണ്ട്. സോ അവഗാഡ്രോ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 12 ഗ്രാമിൻ്റെ കാർബൺ 12 എടുക്കുമ്പോൾ അതിൽ എത്ര ആറ്റം ഉണ്ടോ ആ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന എമൗണ്ടിനെയാണ് ഞാൻ മോൾ എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു മോൾ ഏത് സബ്സ്റ്റൻസ് എടുക്കുകയാണെങ്കിലും അതിൽ അവഗാഡ്രോ നമ്പർ എന്തുണ്ടാവും? അതിൻ്റെ, ഇപ്പൊ ഞാൻ സോഡിയം ആറ്റമാണ് എടുക്കുന്നെങ്കിൽ അവഗാഡ്രോ നമ്പർ സോഡിയം ആറ്റംസ് ഉണ്ടാവും. ഒരു മോള് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളാണ് എടുക്കുന്നെങ്കിൽ അതിൽ അവഗാഡ്രോ നമ്പർ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് ഉണ്ടാവും. ഒരു മോള് കാൽസ്യം അയോൺ ആണ് എടുക്കുന്നെങ്കിൽ അതിൽ അവഗാഡ്രോ നമ്പർ കാൽസ്യം അയോൺസ് ഉണ്ടാവും. അവഗാഡ്രോ ആണ് 6.022 × 10⁻23. ഞാൻ റിയാക്ഷൻ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു ലെഫ്റ്റിലുള്ളത്, അല്ലെങ്കിൽ എൻ്റെ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടക്കത്തിലുള്ളതാണ് എൻ്റെ റിയാക്ടന്റ് അല്ലേ. ദെൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്നതാണ് എന്താണോ ഫോം ചെയ്യുന്നത് അതാണ് എൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോഷിയോമെട്രിയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ബേസിക്കലി നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ റിയാക്ടന്റിനെ പറ്റിയിട്ടും പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും ക്വസ്റ്റ്യൻസിൽ ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടാവും. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കാണിച്ചെന്നോ ഓക്സിജനും ഹൈഡ്രജനും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? വാട്ടർ ഉണ്ടാവും. അപ്പോൾ അതിൽ ഹൈഡ്രജനും ഓക്സിജനും ആണ് എൻ്റെ റിയാക്ടന്റ്, അതേപോലെ തന്നെ വാട്ടർ ആണ് എൻ്റെ പ്രൊഡക്റ്റ് എന്ന് ക്വസ്റ്റ്യൻസ് വായിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നതേ. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ റിയാക്ഷനെ ഞാൻ ബാലൻസ് ചെയ്യാന്നുള്ളതാണ്. അതായത് ലെഫ്റ്റിലുള്ള ആറ്റവും റൈറ്റിലുള്ള ആറ്റവും തമ്മിൽ എനിക്ക് ബാലൻസ് ചെയ്യാം. അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ എത്ര ആറ്റം ഉണ്ട്, അവിടെ എത്ര ആറ്റം ഉണ്ടെന്നുള്ള ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാഫ് ഒക്കെ ഇട്ടിട്ട് ബാലൻസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആരും നിങ്ങൾ എങ്ങനെ ബാലൻസ് ചെയ്ത് ചെക്ക് ചെയ്യാൻ വരില്ല. എനിക്ക് ആൻസർ ആണ് വേണ്ടത്, എ ആണോ ബി ആണോ സി ആണോ ഡി. ഓക്കെ, ഇനി ഈ സ്റ്റോഷിയോമെട്രി കഴിഞ്ഞിട്ട് ഞാൻ കാൽക്കുലേഷന്റെ ബേസ് പറഞ്ഞു. എനിക്ക് എന്തിന്റെ ബേസിലാണോ ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ അത് മാത്രം ഞാൻ എടുത്താൽ മതി. ഇപ്പൊ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ വാട്ടർ ആണ് എൻ്റെ റിയാക്ഷൻ എങ്കിൽ എമൗണ്ട് ഓഫ് ഓക്സിജൻ ബേസ്ഡ് ഓൺ ഹൈഡ്രജൻ ആണെങ്കിൽ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ഡാറ്റ മാത്രം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്. എമൗണ്ട് ഓഫ് വാട്ടർ ബേസ്ഡ് ഓൺ ഹൈഡ്രജൻ ആണെങ്കിൽ ഞാൻ വാട്ടറിനെയും ഹൈഡ്രജനെയും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഏതൊക്കെ തമ്മിലാണോ റിലേഷൻ വരുന്നത് വെച്ചാൽ അതിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ നിങ്ങൾ മാത്തമാറ്റിക്കലി എഫിഷ്യൻ്റ് ആണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള മാത്സ് മാത്രമേ ഉള്ളൂ. അതിനനുസരിച്ച് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടെത്താവുന്നതേ. ദെൻ വേറൊന്ന് ഞാൻ പറഞ്ഞത് ലിമിറ്റിംഗ് റിയാക്ടന്റിന്റെയും എക്സസ് റിയാക്ടന്റിന്റെയും കേസാണ്. ലിമിറ്റിംഗ് റിയാക്ടന്റ് എന്ന് വെച്ചാൽ എൻ്റെ റിയാക്ഷനിൽ ഫസ്റ്റ് റിയാക്ട് ചെയ്ത് തീരുന്നതാണ് എൻ്റെ ലിമിറ്റിംഗ് റിയാക്ടന്റ്. എൻ്റെ റിയാക്ഷനിൽ ഫസ്റ്റ് റിയാക്ട് ചെയ്ത് തീരുന്നതാണ് എൻ്റെ ലിമിറ്റിംഗ് റിയാക്ടന്റ്. അപ്പോൾ എക്സസ് ഉള്ളത് എന്തായിരിക്കണം? എക്സസ് റിയാക്ടന്റ് ആയിരിക്കണം. ഇപ്പൊ രണ്ടും റിയാക്ട് ചെയ്ത് തീർന്നെങ്കിൽ, അത് നൈട്രജനും ഹൈഡ്രജനും ഒരേപോലെ റിയാക്ട് ചെയ്ത് തീർന്നെങ്കിൽ പിന്നെ ഞാൻ അവിടെ ലിമിറ്റിംഗ് റിയാക്ടന്റിനെ എക്സസ് റിയാക്ടന്റിനെ പറ്റി പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. അതായത് ഒരു മോള് നൈട്രജന് 3 മോള് ഹൈഡ്രജൻ എന്നാണ് എൻ്റെ റിലേഷൻ. അപ്പൊ ഞാൻ കൊടുക്കുന്നത് 1 മോളും 3 മോളും ആയിട്ട് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 മോളിന് 6 മോളായിട്ട് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ലിമിറ്റിംഗ് റിയേജന്റ് ചോദിച്ചാൽ അതിൽ അർത്ഥമൊന്നുമില്ല. ദർ ഇസ് നോ ലിമിറ്റിംഗ് റിയേജന്റ്, അല്ലെങ്കിൽ ദർ ഇസ് നോ ലിമിറ്റിംഗ് റിയേജന്റ്. ലിമിറ്റിംഗ് റിയേജന്റ് എന്നും പറയാറുണ്ട്, ലിമിറ്റിംഗ് റിയാക്ടന്റ് എന്നും പറയാറുണ്ട്. എൻ്റെ റിയാക്ഷനെ ലിമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആരും ലിമിറ്റ് ചെയ്യുന്നില്ല, കാരണം രണ്ടും റിയാക്ട് ചെയ്ത് തീർന്നാൽ പിന്നെ അവിടെ ലിമിറ്റിംഗ് റിയാക്ടന്റും എക്സസ് റിയാക്ടന്റും പറയേണ്ട കാര്യമില്ല. ഒന്ന് അധികം വരെയും ഒന്ന് റിയാക്ട് ചെയ്ത് തീരുവാണെങ്കിൽ എനിക്ക് എന്ത് പറയേണ്ട കാര്യമുള്ളൂ? ഒന്ന് ലിമിറ്റിംഗ് റിയാക്ടന്റ് ആണ്, വേറൊന്ന് എക്സസ് റിയാക്ടന്റ് ആണെന്ന് പറയേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്കൊന്ന് ചെയ്യാം. ലിമിറ്റിംഗ് റിയാക്ടന്റ് കണ്ടുപിടിക്കുന്ന കേസ്.
2 moles of hydrogen react with the half moles of oxygen. The limiting reagent is, limiting reactant is option A, hydrogen, option B, oxygen, option C, water, option D, both hydrogen and oxygen. ഈ ബോത്ത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു ആവേശം കൂടാറുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും വരില്ല. എന്തായാലും ഒന്നെങ്കിൽ ഹൈഡ്രജൻ അല്ലെങ്കിൽ ഓക്സിജൻ അല്ലെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതാണ്. 2 മോള് ഹൈഡ്രജൻ റിയാക്ട് വിത്ത് ഹാഫ് മോൾ ഓക്സിജൻ. ദ ലിമിറ്റിംഗ് റിയേജന്റ് ഈസ്. അപ്പൊ എന്റെ റിയാക്ടർ എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനും ആണ്. അപ്പൊ എന്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും. ഓക്കെ, ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ കമ്പൈൻ വാട്ടർ ഫോം ചെയ്യാം. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. അപ്പോൾ ഇതിന്റെ ബാലൻസിങ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. 2 മോൾ H2 പ്ലസ് O2 gives 2H2O. അപ്പോൾ 2 മോള് ഹൈഡ്രജന് 1 മോള് ഓക്സിജൻ വേണം. അതാണ് എൻ്റെ കണക്ക്. 2 മോള് ഹൈഡ്രജന് 1 മോള് ഓക്സിജൻ വേണം. അതാണ് എൻ്റെ കണക്ക്. റെഡി അല്ലേ? എനിക്ക് ഇവിടെ 2 മോള് ഹൈഡ്രജൻ തന്നിട്ടുണ്ട്, ഹാഫ് മോള് ഓക്സിജൻ തന്നിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഓക്സിജൻ എമൗണ്ട് കുറവാണ്. ഇനി വേണമെങ്കിൽ ഞാൻ തിരിച്ചു പറയുകയാണെങ്കിൽ 1 മോള് ഓക്സിജൻ റിയാക്ട് ചെയ്യണമെങ്കിൽ 2 മോള് ഹൈഡ്രജൻ വേണം. ഓക്കെ അല്ലേ? 1 മോള് ഓക്സിജൻ റിയാക്ട് ചെയ്യണമെങ്കിൽ 2 മോള് ഹൈഡ്രജൻ വേണം. അപ്പൊ എൻ്റെ കയ്യിൽ ഓക്സിജൻ എത്രയേ ഉള്ളൂ? ഹാഫ് മോളേ ഉള്ളൂ. 1ന് 2 ആണെങ്കിൽ ഹാഫിന് എത്രയായിരിക്കും? 1 മോള് ഹൈഡ്രജൻ. ഇത്ര എനിക്ക് ആവശ്യമുള്ളൂ. 1 മോളിന് 2 ആവശ്യമുണ്ടെങ്കിൽ ഹാഫിന് എത്ര ആവശ്യമുള്ളൂ? 1 ആവശ്യമുള്ളൂ. എൻ്റെ കയ്യിൽ എത്ര തന്നിട്ടുണ്ട്? 2 മോള് ഹൈഡ്രജൻ തന്നിട്ടുണ്ട് അല്ലെ. ഞാൻ കൊടുക്കുന്ന റിയാക്ഷനിലേക്ക് 2 മോള് ഹൈഡ്രജനും ഹാഫ് മോൾ ഓക്സിജനും ആണ്. അപ്പൊ എന്റെ സ്റ്റോഷിയോമെട്രി നോക്കുകയാണെങ്കിൽ 1ന് 2 ആണെങ്കിൽ ഹാഫിന് 1, 1ന് 2 ആണെങ്കിൽ ഹാഫിന് 1. അപ്പോ ഈ 2 എന്ന് പറയുന്നത് അപ്പൊ എന്താണ്? എക്സസ് ആണ് അല്ലെ. 1 മോള് ഹൈഡ്രജൻ എനിക്ക് ആവശ്യമുള്ളൂ. ഇവിടെ 2 മോള് ഹൈഡ്രജൻ തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ എക്സസ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്റെ റിയാക്ഷനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഓക്സിജൻ ആണ്. കാരണം ഓക്സിജൻ തീർന്നാൽ പിന്നെ ആരുണ്ടാവില്ല? വാട്ടർ ഉണ്ടാവില്ല. അപ്പൊ 2 രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. 2 മോള് ഹൈഡ്രജന് 1 മോൾ ഓക്സിജൻ വേണം. ഇതാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള റിയാക്ഷൻ. അപ്പോൾ 2 മോളിന് 1 വേണം. പക്ഷെ ഇവിടെ എത്രയേ ഉള്ളൂ? ഹാഫേ ഉള്ളൂ. അപ്പോൾ ഹൈഡ്രജൻ എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഹൈഡ്രജൻ എക്സസ് ആയിരിക്കും, ഓക്സിജൻ ലിമിറ്റിംഗ് ആയിരിക്കും. ഇനി അല്ലെങ്കിൽ തിരിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ 1 മോൾ ഓക്സിജന് 2 മോൾ ഹൈഡ്രജൻ. അപ്പൊ എൻ്റെ കയ്യിൽ എത്രയേ ഉള്ളൂ? ഹാഫ് മോൾ ഓക്സിജനേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 1 മോൾ ഹൈഡ്രജനെ എനിക്ക് ആവശ്യമുള്ളൂ. 1ന് 2 ആണെങ്കിൽ ഹാഫിന് 1. എൻ്റെ കയ്യിൽ എത്രയുണ്ട്? 2 ഉണ്ട്. എന്ന് വെച്ചാൽ അതെന്താണ്? കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റോഷിയോമെട്രിയിലുള്ള എൻ്റെ റേഷ്യോ നിങ്ങൾ നോക്കുക. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഡാറ്റ എടുത്ത് താഴേക്ക് എഴുതുക. ഒന്നെങ്കിൽ ഓക്സിജന്റെ നോക്കിയിട്ട് ഹൈഡ്രജൻ എത്രയാണോ വേണ്ടത് നോക്കുക, അല്ലെങ്കിൽ ഹൈഡ്രജന്റെ എടുത്തിട്ട് ഓക്സിജൻ എത്രയാണോ വേണ്ടത് നോക്കുക. അപ്പോൾ ഓക്സിജൻ എടുത്ത് ഹാഫ്. അപ്പൊ എനിക്ക് വേണ്ടത് എത്രയാണ്? 1 മോള്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം? എൻ്റെ ഗിവൺ ഡാറ്റയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഹാഫിന് 1 എനിക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു ഗിവൺ ഡാറ്റ ആദ്യം എടുത്ത് എഴുതുക, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈഡ്രജന്റെ എമൗണ്ട് നോക്കുക. എന്നിട്ട് ഗിവൺ ഹൈഡ്രജന്റെ എമൗണ്ട് ചെക്ക് ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ 1 മോൾ എനിക്ക് ആവശ്യമുള്ളൂ. ഇവിടെ എത്രയുണ്ട്? 2 മോൾ ഉണ്ട്. ഇത് എക്സസ് ആണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത് എന്താണ്? ഓക്സിജൻ ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ? സോ ബേസിക് ആയിട്ട് ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ള ഒന്ന് റിയാക്ഷന്റെ കേസ്, റിയാക്ടന്റ് പ്രൊഡക്റ്റ് എന്താണ്, മോള്, സ്റ്റോഷിയോമെട്രി, ദെൻ ലിമിറ്റിംഗ് റിയാക്ടന്റ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം കൂടെ, ദെൻ ഇത് ഇതേപോലെ അല്ലാതെ സിമ്പിൾ ആയിട്ട് കാണാനുള്ള ഒരു ഷോർട്ട് കട്ടും കൂടെ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ അവതരിപ്പിച്ചു. ഓക്കെ, ദെൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?